കേന്ദ്ര ഗവൺമെൻറ്റിൽ ഇപ്പോഴും നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന ചോദ്യം പലരും ചോദിക്കുന്നു. ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു പൗരന് ഇത് പ്രതീക്ഷിക്കാനുള്ള അവകാശം ഇല്ലേ എന്നുള്ളതാണ് ഞങ്ങളുടെ തിരിച്ചു ചോദ്യം. ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു പൗരന് ഇത് പ്രതീക്ഷിക്കാനുള്ള അവകാശം ഇല്ലേ? അത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന തെറ്റ്. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ എംപിമാരെല്ലാവരും പോയി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ കണ്ട് ശക്തമായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോഴും പോസിറ്റീവായിട്ടുള്ള മറുപടി അല്ല കിട്ടിയിരിക്കുന്നത്. അതേ അവസരത്തിൽ കേരള സർക്കാർ ഒന്നും ചെയ്യുന്നില്ല. ഞങ്ങൾ പൂർണ്ണമായ പിന്തുണ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കൊടുത്താണ്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ 100 വീട്, മുസ്ലിം ലീഗ് 100 വീട്, പിന്നെ കർണാടക ഗവൺമെൻറ് 100 വീട്, യൂത്ത് കോൺഗ്രസ് 30 വീട്, ഞങ്ങൾ തന്നെ 330 വീട് കൊടുക്കാമെന്ന് സ്ഥലം മേടിച്ച് പണിയാന്ന് പറഞ്ഞു. അപ്പോൾ വേണ്ട, സർക്കാർ സ്ഥലം തരാം, അവിടെ പണിയാന്ന്. വയനാടിന് നീതിയില്ലേ എന്ന ചോദ്യമാണ് നമ്മൾ ഇന്ന് ഉന്നയിക്കുന്നത്. നോക്കൂ, ഇന്നലെ സംസ്ഥാന വ്യാപകമായി CPM-ന്റെ നേതൃത്വത്തിൽ സമരം നടക്കുന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ സമരം ഇതുമായി ബന്ധപ്പെട്ട് പലയിടങ്ങളിൽ ഉണ്ടാകുന്നു. ഇന്നിപ്പോൾ പ്രിയങ്ക ഗാന്ധി നൽകിയ നിവേദനത്തിന് മറുപടിയായി അമിത്ഷാ കേരളം ഈ മെമ്മോറാണ്ടം സമർപ്പിക്കാൻ വൈകിയതാണ്, അസസ്മെന്റ് റിപ്പോർട്ട് സമർപ്പിക്കാൻ വൈകിയതിന്റെ പേരിലാണ് ഇപ്പോഴും ധനസഹായം കിട്ടാത്തത് എന്ന കാര്യം മറുപടിയായി ഉന്നയിക്കുന്നു. അപ്പോൾ പിഴച്ചത് എവിടെയാണ്? ആരുടെ പിഴവ് കൊണ്ടാണ് ദുരിതബാധിതർക്ക് സമരരംഗത്തേക്ക് ഇറങ്ങേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത് എന്ന അടക്കമുള്ള വിഷയമാണ് നമ്മൾ ഇന്ന് സൂപ്പർ പ്രൈം ടൈമിൽ ചർച്ച ചെയ്യുന്നത്. നമ്മളോടൊപ്പം അതിഥികൾ ചേരും. ശ്രീ രാജു പി നായർ കോൺഗ്രസിൽ നിന്ന്, ശ്രീ VK സനോജ് CPM-ൽ നിന്ന്, ശ്രീ പ്രശാന്ത് മലവയൽ BJP-യിൽ നിന്ന്. ശ്രീ VK സനോജ്, നോക്കൂ, ഇപ്പോൾ ആർക്കു നൽകിയ മറുപടി എന്നതിനപ്പുറത്ത് കേന്ദ്രമന്ത്രി അമിത്ഷാ പറയുന്നത് കേരളത്തിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായി, അതുകൊണ്ടാണ് കേന്ദ്ര സഹായം വൈകുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേന്ദ്രമന്ത്രി അടക്കം KV തോമസിനെ അറിയിച്ച വിഷയങ്ങളിലൊക്കെ പറഞ്ഞിരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് കേരളത്തിന്റെ കയ്യിൽ ആവശ്യത്തിന് പണമുണ്ട് എന്നുള്ളതാണ്. ഇന്നും സമാനമായ ചില പരാമർശമുണ്ടാകുന്നു. അതിനൊപ്പം കേരളത്തിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായി എന്നുള്ളതും. ഇത്രയും വലിയ ദുരന്ത മേഖലയിൽ കേരളം കാര്യക്ഷമമായി പ്രവർത്തിച്ചില്ല എന്ന് കേരളത്തിന്റെ ജനതയോട് കേന്ദ്രമന്ത്രി പറയുകയാണ്. എന്താണ് സർക്കാരിന്റെ, പാർട്ടിയുടെ മറുപടി? ഈ വയനാടിൻ്റെ സഹായം സംബന്ധിച്ച് കേരളത്തിൽ നിന്ന് കക്ഷിരാഷ്ട്രീയ അതീതമായി വലിയ എതിർപ്പാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം കേന്ദ്ര ഗവൺമെൻറ് അത് കേരളത്തിലെ ജനങ്ങളോട് അങ്ങേയറ്റം വിവേചനത്തോടു കൂടി പെരുമാറുന്നു എന്ന് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരുന്ന ഘട്ടത്തിലാണ് പല കാരണങ്ങളുമാണ് ഓരോ ഘട്ടത്തിലും പറഞ്ഞത്. ഇപ്പോഴാണ് പറയുന്നത് ഇത് വളരെ വൈകിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ കൊടുത്തതെന്ന്. നേരത്തെ പറഞ്ഞു STR ഫണ്ട് ധാരാളം അവിടെ കെട്ടിക്കിടക്കുന്നുണ്ട്, ആ ഫണ്ട് എടുത്ത് വിനിയോഗിച്ചുകൂടെ എന്നാണ് പറഞ്ഞത്. ഇവിടെയുള്ള മുൻ കേന്ദ്രമന്ത്രിയായിട്ടുള്ള മുരളീധരൻ പറഞ്ഞത് അതൊന്നും വലിയ ദുരന്തമല്ല, അതൊക്കെ 2 വാർഡിനെ ബാധിക്കുന്ന ഒരു കാര്യമല്ലേ, എന്തിനാണ് അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ആശങ്കപ്പെടുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം വസ്തുതാ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷൻ ഗൈഡ് ലൈൻസ് അത് 14/8/2024 അതുമായി ബന്ധപ്പെട്ട ഉത്തരവിറങ്ങിയത്. അതിനുശേഷമാണ് കേരളം ആദ്യമായിട്ടൊരു PDNA സമർപ്പിക്കുന്നത്. ആ PDNA സമർപ്പിക്കാൻ സ്വാഭാവികമായിട്ടും രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളുടെ എല്ലാം കാര്യങ്ങളെടുത്ത് പരിശോധിച്ചാൽ തന്നെ 3 മാസം എടുക്കും. അത് വിശദമായ പഠനം, ശാസ്ത്രീയമായ വിശകലനം, ഇതിനെല്ലാം വിധേയമാക്കിയിട്ട് മാത്രമേ ഇതുപോലെയുള്ള റിപ്പോർട്ടുകൾ സമർപ്പിക്കാൻ വേണ്ടി കഴിയൂ. ധൃതി പിടിച്ചിട്ട് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചാൽ അതിനകത്തുണ്ടാവുന്ന പിശകുകൾ അതായിരിക്കും ഒരുപക്ഷെ പിന്നീട് കേരളം ചർച്ച ചെയ്യുക. അതുകൊണ്ട് നവംബർ 13 മാത്രമാണോ കേന്ദ്രമന്ത്രി പറയുന്നത് അനുസരിച്ച് നമ്മൾ ഈ പറയുന്ന അസസ്മെന്റ് മെമ്മോ തയ്യാറാക്കി നൽകിയത്? നവംബർ 13 മാത്രമാണോ? ഓഗസ്റ്റ് മാസം 17-ാം തീയതി എന്നുള്ള അവകാശവാദങ്ങൾ ഇടയ്ക്ക് കേൾക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയാണ് അത് ചോദിച്ചത്. NDRF മാനദണ്ഡപ്രകാരം 1202 കോടി രൂപ പ്രാഥമികമായി ആവശ്യപ്പെട്ടുകൊണ്ട് ആഗസ്റ്റ് 17-ാം തീയതി തന്നെ റിപ്പോർട്ട് സമർപ്പിച്ചു. അതിന് 5 പൈസ തന്നിട്ടില്ല. പിന്നീട് നവംബർ 13-ാം തീയതി ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെന്റ് നടത്തിക്കൊണ്ട് റിപ്പോർട്ട് വീണ്ടും സമർപ്പിച്ചു. അതിനകത്തും ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട PDNA സമർപ്പിച്ചു. അപ്പോഴാണ് പറയുന്നത് ഇത് സമർപ്പിച്ചത് വളരെ വൈകിയാണെന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ കാര്യങ്ങളെല്ലാം അങ്ങോട്ട് വിടുകയാണ്. ഇത് വളരെ വൈകി സമർപ്പിച്ചു എന്ന് പറയുന്നു. ഇതൊക്കെ എന്താ അതിൻ്റെ അടിസ്ഥാനം? ഇപ്പോൾ ഇതുപോലെയുള്ള സമാനമായ ദുരന്തം നടന്ന മറ്റ് സംസ്ഥാനങ്ങളോട് കാണിച്ച സമീപനം എന്താണ്? ആ മറ്റ് സംസ്ഥാനങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ആനുകൂല്യങ്ങൾ കൊടുത്തല്ലോ, അതുമായി ബന്ധപ്പെട്ട സഹായങ്ങൾ കൊടുത്തല്ലോ. ഇപ്പോൾ സിക്കിം, ഹിമാചൽ, ഉത്തരാഖണ്ഡ് തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങൾ നേരത്തെ ദുരന്തം ഉണ്ടായ സമയത്ത് 3 മാസം കഴിഞ്ഞിട്ടാണ് PDNA സമർപ്പിച്ചത്. അതെല്ലാം കൃത്യമായിട്ട് തെളിവടക്കം നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ സിക്കിമിനോട് വിവേചനമില്ല, ഹിമാചലിനോട് വിവേചനമില്ല, ഉത്തരാഖണ്ഡിനോട് വിവേചനമില്ല, ത്രിപുരയോട് വിവേചനമില്ല, തെലങ്കാനയോട് വിവേചനമില്ല, കേരളത്തോട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓക്കെ, അതാണ് ചോദ്യം. ശ്രീ പ്രസാദ് മലവേൽ കേൾക്കാമോ?
ശ്രീ പ്രസാദ് മലവേൽ, കേരളത്തോട് എന്താണ് ഈ വിവേചനം? അതാണ് സനോജ് ചോദിച്ച് അവസാനിപ്പിച്ച ചോദ്യം. ഞാനതാണ് അങ്ങയിലേക്ക് കൈമാറുന്നത്. എന്തുകൊണ്ട് അങ്ങനെ ഒരു വിവേചനമുണ്ട് എന്ന് കേരളത്തിന് തോന്നുന്നു? ഒരു തരത്തിലുള്ള വിവേചനവുമില്ല. കേരളത്തോട് അനുഭാവപൂർണമായിട്ടുള്ള പരിഗണന മാത്രമേ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളൂ. അത് തുടക്കത്തിൽ റെസ്ക്യൂ ഓപ്പറേഷൻ ആണെങ്കിലും ശരി, അതിനുശേഷമുള്ള കാര്യങ്ങളിലാണെങ്കിലും ശരി, ഇനി അങ്ങോട്ട് പുനരധിവാസത്തിൻ്റെ കാര്യത്തിലായാലും 3 ഘട്ടങ്ങളിലായിട്ട് എടുത്ത് പരിശോധിച്ചാൽ പോലും ഈ 3 ഘട്ടത്തിലും കേന്ദ്രത്തിൻ്റെ അനുഭാവപൂർണമായിട്ടുള്ള പരിഗണന മാത്രമാണ് കേന്ദ്രത്തോട് ഉണ്ടായിട്ടുള്ളൂ. ഇനി അങ്ങനെയേ ഉണ്ടാകുകയുള്ളൂ. ആദ്യത്തെ റെസ്ക്യൂ ഓപ്പറേഷനിലെ കാര്യങ്ങൾ കൃത്യമായിട്ട് അമിത്ഷായുടെ കത്തിന് മറുപടി ആയിട്ടുള്ള കാര്യത്തിൽ കൃത്യമായിട്ട് വിവരിച്ചിട്ടുണ്ട് അദ്ദേഹം. NDRFിൻ്റെ 4 യൂണിറ്റ്, BSFിൻ്റെ 4 യൂണിറ്റ് തുടങ്ങി ആർമി 14 കോളം, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. റെസ്ക്യൂ ഓപ്പറേഷനിൽ കേന്ദ്രത്തിൻ്റെതായിട്ടുള്ള യാതൊരു വീഴ്ചയും ഉണ്ടെന്ന് ആർക്കും ഇതുവരെ ഒരു തരത്തിലുള്ള പരാതിയും ഉണ്ടായിട്ടില്ല. ഇനി രണ്ടാമത്തെ ഘട്ടം ടെമ്പററി പുനരധിവാസമാണ്. സംസ്ഥാന സർക്കാരിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തത്തിൽ നടക്കേണ്ട ടെമ്പററി പുനരധിവാസം ഇന്ന് താളം തെറ്റിയിരിക്കുകയാണ്. ഒരു 300 രൂപ വെച്ച് നിശ്ചയിച്ചിട്ടുണ്ട്. ആ 300 രൂപ വെച്ച് കിട്ടുന്നത് പലർക്കും ഇന്ന് കിട്ടുന്നില്ല എന്നുള്ള പരാതികൾ വന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ 6000 രൂപ വെച്ച് വാടക നിശ്ചയിച്ചിട്ടുണ്ട്. ആരാണ് 6000 രൂപ നിശ്ചയിക്കാൻ വേണ്ടി പറഞ്ഞത്? അത് ഏത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ആർക്കും അറിയില്ല. പക്ഷെ പോകട്ടെ, ആ 6000 രൂപ കിട്ടാത്ത ആളുകൾ, 6000 രൂപയ്ക്ക് പകരം 12000 രൂപ കൊടുത്ത് വാടക വീട് എടുത്തിട്ടുള്ള ആളുകൾ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ടെമ്പററി പുനരധിവാസത്തിൽ കീറാമുട്ടിയായി ഒരുപാട് കാരണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യം നമുക്കറിയാം. കഴിഞ്ഞ 2-3 ആഴ്ചകൾക്ക് മുൻപേ മേപ്പാടി പഞ്ചായത്തിലുണ്ടായിട്ടുള്ള മാർച്ച് നമുക്കറിയാം. പുഴുത്ത അരി വിതരണം ചെയ്തിട്ടുള്ള സാഹചര്യം. ഇങ്ങനെ ടെമ്പററി പുനരധിവാസത്തിൽ കീറാമുട്ടിയായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നു സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഇല്ലാത്തതുകൊണ്ട്. ഇനി ടെമ്പററി പുനരധിവാസം നിലനിൽക്കെ തന്നെയാണ് കേന്ദ്ര സർക്കാർ, നരേന്ദ്രമോദി ബഹുമാനപ്പെട്ട രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഇവിടെ വന്ന് പോയി അദ്ദേഹം പറഞ്ഞു, ഈ പുനരധിവാസം അത് ഈ നാടിനെ കൈപിടിച്ച് ഉയർത്തണമെങ്കിൽ കേന്ദ്രത്തിൻ്റെ കൂടി സഹായം ആവശ്യമാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനവനായിട്ടുള്ള പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്, അതിന് കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് പ്രൊജക്റ്റ് നിങ്ങൾ സമർപ്പിച്ചോളൂ. എന്തിനാണ് 3.5 മാസക്കാലം ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് പ്രൊജക്റ്റ് സമർപ്പിക്കാൻ? അതിന് ഇടയിലുള്ള കാര്യത്തിന് വേണ്ടി SDRF ഫണ്ടിലേക്ക് 145 കോടി രൂപ ജൂലൈ 30-ന് ദുരന്തം നടക്കുന്നു, ജൂലൈ 31-ന് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓഗസ്റ്റ് 1-ന് വീണ്ടും 145 കോടി രൂപ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓൾറെഡി 394 കോടി രൂപ ഇവിടെ സംസ്ഥാനത്തിൻ്റെ അക്കൗണ്ടിൽ നിലനിൽക്കുകയാണ്. ഈ 300 കോടി രൂപയോളം കേന്ദ്ര സർക്കാർ ഇവിടെ സഹായധനമായി തന്നെ അത് കൊടുത്തിട്ടുള്ളത്. അത് സഹായധനമാണ് എന്ന് കൃത്യമായി കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. അത് എടുത്തുപയോഗിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് 145 കോടി രൂപ വീതം ജൂലൈ 31-ന് ആദ്യം 145 കോടി രൂപ, പിന്നീട് ഒക്ടോബർ 10-ന് 145 കോടി രൂപ, SDRFിൽ ഓൾറെഡി ഉള്ളത് 782 കോടി രൂപ എന്നുള്ളതാണല്ലോ നിങ്ങൾ പറയുന്ന ഈ കണക്ക്. ഈ 145 കോടിയും പിന്നീട് വന്ന 145 കോടിയും എന്ന് പറയുന്ന തുക ഈ ദുരന്ത നിവാരണത്തിന് ഉപയോഗിച്ചു കൊള്ളൂ എന്ന് കേന്ദ്രം അനുമതി നൽകാൻ കഴിയുന്ന ഒന്നാണോ? അങ്ങനെ കേന്ദ്രം അനുമതി നൽകിയാൽ SDRFിൽ നിന്ന് ഈ പണം എടുത്ത് ചെലവാക്കാൻ സാധിക്കുമോ? ആ പണം വയനാടിന്റെ പശ്ചാത്തലത്തിൽ വന്ന പണമാണോ? ഒരു ഒറ്റ നിമിഷം കൂടി, ഞാൻ ചോദ്യം അവസാനിപ്പിച്ചു എന്നിടത്താണ് അങ്ങ് തുടങ്ങുന്നതെന്ന് എനിക്കറിയാം. എന്നിരുന്നാൽ പോലും ഈ പറയുന്ന പണം വയനാടിന് വേണ്ടി നൽകിയതാണോ അതോ 15ാം ധനകാര്യ കമ്മീഷൻ തീരുമാനിച്ചതിന്റെ പേരിൽ കേരളത്തിന് കൈമാറിയ തുകയാണോ? സ്വാഭാവികമായിട്ടും ഇതിൽ 2 സംശയങ്ങൾ തോന്നാം. സംശയങ്ങൾ തോന്നുകയല്ല, തോന്നിപ്പിക്കുകയാണ്. കാരണം ഇത് കേരളത്തിൽ വയനാടിന് മാത്രം ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. കാരണം ഇതെല്ലാ സംസ്ഥാനങ്ങൾക്കും ഇങ്ങനെ തന്നെയല്ലേ ഫണ്ട് കൊടുക്കുന്നത്. അത് ദുരന്ത നിവാരണത്തിന് കേരളത്തിൽ മുഴുവൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഫണ്ടല്ലേ എന്ന് സ്വാഭാവികമായിട്ടും സംശയം ജനിപ്പിക്കുന്നുണ്ട്. പക്ഷേ നോക്ക്, 394 കോടി രൂപ ഓൾറെഡി സംസ്ഥാന സർക്കാരിൻ്റെ അക്കൗണ്ടിൽ 2024 മാർച്ച് മാസം 31-നുണ്ട്. അതിൻ്റെ പകുതി തുക ചെലവഴിച്ചതിൻ്റെ കണക്ക് കൊടുത്താൽ മാത്രമേ അടുത്ത ഗഡു അനുവദിക്കൂ എന്ന് ഈ ധനകാര്യ കമ്മീഷൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ അത് ചെലവഴിക്കാതെ ഇരുന്നിട്ട് കൂടി ജൂലൈ മാസം 30-ന് നടക്കുന്ന ദുരന്തത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ജൂലൈ മാസം 31-ന് ഒരു 145 കോടി രൂപ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്തിനാണ് എന്ന് അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുമല്ലോ. ഗണിച്ചറിയാൻ കഴിയുന്ന ഒരു കാര്യമല്ലല്ലോ. അരിയാഹാരം അവിടെ നിൽക്കട്ടെ. ശ്രീ പ്രസാദ് മലവേൽ, ഞാൻ ചോദിച്ചത് ചട്ടമാണ്.
ഇത് വയനാട് ദുരന്തത്തിന് മാത്രമായി ഈ 145 കോടിയും പിന്നീട് വന്ന 145 കോടിയും ചെലവഴിക്കാൻ ചട്ടമുണ്ടോ? ഉണ്ടെങ്കിൽ അങ്ങ് പറഞ്ഞോളൂ, ഞാൻ അംഗീകരിക്കാം. നമുക്ക് മറ്റുള്ളവരോട് ചോദിക്കാം. അല്ലല്ല, ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് 15ാം ധനകാര്യ കമ്മീഷൻ തീരുമാനിച്ച SDRF-ലേക്കുള്ള കേന്ദ്രത്തിന്റെ വിഹിതമാണ്. SDRF-ലേക്കുള്ള കേന്ദ്രത്തിന്റെ വിഹിതമാണ്. SDRF-ലേക്കുള്ള കേന്ദ്രത്തിന്റെ വിഹിതം ഒരൊറ്റ ദുരന്ത മേഖലയിൽ മാത്രമായി ചെലവഴിക്കാൻ കഴിയുമോ? കഴിയുമെങ്കിൽ അങ്ങ് പറഞ്ഞോളൂ. വേറെ എവിടെയാണ് ഇപ്പോൾ ദുരന്തം നടന്നിട്ടുള്ളത്? കേരളത്തിൽ വേറെ എവിടെയാ ദുരന്തം നടന്നിട്ടുള്ളത്? വേറെ എവിടെയെങ്കിലും ദുരന്തം നടന്നിട്ടുണ്ടോ? ഇനി വരാനിരിക്കുന്ന ദുരന്തത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ ഇത് തൽക്കാലം ദുരന്തം നടന്നിടത്തേക്ക് ഒരു 100 കോടി രൂപ എടുക്കുന്നതിന് ആർക്കാണ് ബുദ്ധിമുട്ടുള്ളത്? അത് എടുത്ത് ചെലവഴിച്ചിട്ട് കേന്ദ്രത്തെ കുറ്റം പറഞ്ഞാൽ നമുക്കത് അംഗീകരിക്കാൻ കഴിയും. ഇത് എടുക്കുന്നുമില്ല, ഉപയോഗിക്കുന്നുമില്ല. ഈ നാട്ടിലെ ആളുകൾക്ക് അതിനുകൊണ്ട് യാതൊരു ഗുണവും കിട്ടിയിട്ടില്ല. ഇതിൻ്റെ ഗുണം മുഴുവൻ സംസ്ഥാന സർക്കാരിന് മാത്രമാണ്. ഈ കോടികൾ കെട്ടിപ്പിടിച്ചിരിക്കുന്നതുകൊണ്ട് സംസ്ഥാന സർക്കാരിന് മാത്രമാണ് ഗുണം. വേറെ ആർക്കാണ് ഗുണം? കേന്ദ്രത്തിന് എന്ത് ഗുണം? കേന്ദ്രം ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഗുണം ഈ നാട്ടിലെ ജനങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ഇനി കേരളത്തിലെ മറ്റെല്ലാ മേഖലയിലും ഉപയോഗിച്ചാൽ ശ്രീ പ്രസാദ് മലവേൽ, ഞാൻ അങ്ങിലേക്കും വരാം. ശ്രീ VK സനോജ്, അങ്ങനെ SDRF-ലേക്ക് കിട്ടിയിരിക്കുന്ന 145 കോടി ജൂലൈ 31-നും ഒക്ടോബർ 10-ന് കിട്ടിയ 145 കോടിയും ഇത് വയനാടിന് മാത്രമായി ചെലവഴിക്കാൻ കഴിയും എന്ന ഉത്തരവ് കേന്ദ്രത്തിന് ഇറക്കാൻ കഴിയുമോ എന്നാണ് സംസ്ഥാനം ചോദിക്കുന്നത്. അങ്ങനെ ഏകപക്ഷീയമായി വയനാട്ടിൽ മാത്രമായി ചെലവഴിക്കാനുള്ള ചട്ടമുണ്ടോ? അങ്ങനെയെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക ഉത്തരവ് ഇറക്കാൻ കഴിയുമോ എന്നുള്ളതാണല്ലോ സർക്കാർ ചോദിക്കുന്നത്. അതിന്റെ ബേസ് എന്താണ്? ഈ അരിയാഹാരം കൊണ്ടൊന്നും ചട്ടം മറികടക്കാൻ വേണ്ടി കഴിയില്ല. ഇവിടെ 394 കോടി നേരത്തെ ഇവിടെയുള്ള കാശാണ് SDRF. ഇത്തവണ 388 കോടി, എല്ലാം കൂടി ചേർത്ത് 782 കോടിയെക്കുറിച്ചാണ് പറയുന്നത്. ആ 782 കോടിയിൽ നിന്നാണ് വ്യോമസേനയുടെ വിമാനത്തിന് വേണ്ടിയിട്ട് 153.5 അങ്ങോട്ട് വാങ്ങി. DNA ടെസ്റ്റുമായി ബന്ധപ്പെട്ട് 28 ലക്ഷം ചോദിച്ചു എന്നാണ് ഇപ്പോൾ അറിയാൻ വേണ്ടി കഴിയുന്നത്. കൊടുത്തോന്ന് എനിക്കറിയില്ല. ഏതായാലും ഈ പറയുന്നത് പോലെ ഈ കാശ് എടുത്തിട്ട് വയനാടിന് വേണ്ടി ചെലവഴിക്കാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ കേന്ദ്ര ഗവൺമെൻറ് ഉത്തരവ് ഇങ്ങോട്ട് കൊടുത്താൽ പോരെ? ഈ സംസ്ഥാനം ഇങ്ങനെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുമ്പോൾ അതിനകത്ത് എടുത്തു കൊടുത്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ധനകാര്യ മന്ത്രാലയം ഒരു ഉത്തരവ് കൊടുത്തൂടെ? ഇത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ ശുപാർശ പ്രകാരം ബജറ്റിൽ വകയിരുത്തിക്കൊണ്ടാണ് ഇത്തരം തുകകൾ അനുവദിക്കുന്നത്. അത് കാസർഗോഡ് മുതൽ ഇങ്ങ് തിരുവനന്തപുരം വരെയുള്ള വിവിധ ജില്ലകളിൽ ഉണ്ടാവുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങളുണ്ടാവും. അതെടുത്ത മാർച്ച് മാസം വരെ ചിലപ്പോൾ വരൾച്ചയുണ്ടാവും, മറ്റ് പല പ്രശ്നങ്ങളുണ്ടാവും. അത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം എല്ലാ സംസ്ഥാനങ്ങളും കൊടുക്കുന്ന പോലെ കേരളത്തിനും ആ കാശ് അനുവദിച്ചത്. ആ കാശ് എടുത്ത് ഉപയോഗിച്ചോളൂ എന്ന് BJP ഓഫീസ് എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല മിസ്റ്റർ. അതിന് അങ്ങനെ ഉപയോഗിക്കണമെങ്കിൽ നിങ്ങളുടെ കേന്ദ്രമന്ത്രിമാരൊക്കെ ഇടപെട്ടിട്ട് അതിനാവശ്യമായിട്ടുള്ള ഉത്തരവ് കൊടുക്കണം. എന്തുകൊണ്ട് ആ ഉത്തരവ് വാങ്ങിക്കൊടുക്കാൻ നിങ്ങൾ കഴിയുന്നില്ല? പ്രധാനപ്പെട്ട ചോദ്യം. ശ്രീ പ്രസാദ് മലവിലി, SDRF-ലുള്ള തുക അത് പുനരധിവാസത്തിന് ഉപയോഗിക്കാൻ കഴിയുമോ? അത് റിലീഫിന് ഉപയോഗിക്കാം എന്നതിനപ്പുറത്ത് പുനരധിവാസത്തിന് ഉപയോഗിക്കാൻ കഴിയുമോ? നമുക്കിനി വേണ്ടത് പുനരധിവാസമാണ്. റിലീഫുമായി ബന്ധപ്പെട്ട്, അതായത് ഉടനടി സ്വീകരിക്കേണ്ട നടപടികൾ കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് വേണ്ടത് പുനരധിവാസമാണ്. കഴിഞ്ഞ ആഴ്ച 945 കോടി അനുവദിച്ചല്ലോ. തമിഴ്നാടുകാരോട് പറഞ്ഞോ നിങ്ങൾ? ഇനി അദ്ദേഹം പറയട്ടെ. ശ്രീ പ്രസാദ് മലവേൽ, അതായത് കോടതിയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. കോടതിയിൽ പറയുന്നതല്ലേ വേദവാക്യമായിട്ട് നമ്മൾ സ്വാഭാവികമായിട്ടും എടുക്കുക. എല്ലാവരും അത് തന്നെയല്ലേ നമ്മൾ പിന്നെ ഉദ്ധരിച്ച് നമ്മൾ സംസാരിക്കുക. ഇറ്റ് ഈസ് ഇൻഫോംഡ് ദാറ്റ് ഇൻ ഓർഡർ പ്രൊവൈഡ് ഫിനാൻഷ്യൽ സപ്പോർട്ട് ടു ദി അഫക്റ്റഡ് പീപ്പിൾ ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓഫ് കേരള ഹാസ് ബീൻ അലോട്ടഡ് 388 crore എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്താണ്? അത് ഉപയോഗിക്കാൻ തന്നെയല്ലേ, അഫക്റ്റഡ് പീപ്പിളിന് വേണ്ടി ഉപയോഗിച്ചോളാനല്ലേ പറഞ്ഞിട്ടുള്ളത്. ഇത് കോടതിയിൽ ഉള്ളതല്ലേ. അതെന്താണ് അത് വഴി തിരിച്ചു വിടുന്നത്? എന്തിനാണ്? അതിൽ നിന്നൊരു 100 കോടി രൂപ കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനെ നാളെ നിശ്ചിതമായ വിമർശനത്തിലൂടെ കോടതിക്ക് തള്ളാം. കേരള സർക്കാരിന്റെ നിലപാടിനെയും കോടതിയിൽ തള്ളാം. പച്ച പരമാർത്ഥം മാത്രം പോയി കോടതിയിൽ പറയുക എന്നുള്ളതല്ലോ. 2 വാദങ്ങളുണ്ട്. ആ 2 വാദങ്ങളിൽ ഏതാണ് ശരിയെന്നത് പിന്നീട് കോടതി തീരുമാനിക്കേണ്ടതാണ്. വിശദമായ റിപ്പോർട്ട് നൽകാൻ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ. നാളെ കോടതി ചേരുകയും ചെയ്യും, ഈ കേസ് പരിഗണിക്കുകയും ചെയ്യും. ഞാൻ ചോദിച്ചത് SDRF-ലുള്ള തുക നമുക്ക് ഇനി പുനരധിവാസത്തിന് ഉപയോഗിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. അത് ദുരന്തം ഉണ്ടാകുമ്പോൾ ഉടനടി എടുത്ത് ചെലവഴിക്കേണ്ടതും റിലീഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ചെലവഴിക്കാനുള്ളതുമല്ലേ. പുനരധിവാസത്തിന് ചെലവാക്കാൻ പറ്റുമോ?
അത് തെറ്റാണ്. ഞാൻ ആ വാദത്തോട് യോജിക്കുകയാണ്. പുനരധിവാസത്തിന് വേണ്ടി ഈ തുക ഉപയോഗിക്കാൻ സാധിക്കില്ല. പുനരധിവാസത്തിന് ഉപയോഗിച്ചാലും ഈ ഫണ്ട് തികയില്ല. കാരണം അതിലെ മാനദണ്ഡം വെച്ചിട്ട് ഒരു വീടിന് 1 ലക്ഷം 1 ലക്ഷം 1.5 ലക്ഷം ഒക്കെയാണ് കിട്ടിയിട്ടുള്ളത്. നമുക്കിനി വേണ്ടത് ദുരന്തം നടന്നെടുത്തുന്ന ആളുകളെ കണ്ടെത്താനും ഒന്നുമല്ലല്ലോ. അത് നിലവിലെ ആവശ്യങ്ങൾക്ക് പോലും എടുത്തിട്ടില്ലല്ലോ. ഇവിടെ 6000 രൂപ മാനദണ്ഡത്തിൽ ആളുകളെ പുനരധിവസിപ്പിക്കാൻ തീരുമാനിച്ചത് ആരാണ്? 6000 രൂപ മതിയോ ഒരാൾക്ക്? അവർക്ക് ജീവിക്കണ്ടേ? ഈ 4 മാസമായിട്ട് അവർക്ക് തൊഴിലുണ്ടോ? അവരെവിടെയാണ് ജീവിക്കുന്നത്? അവർ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒരു വണ്ടിക്കൂലിക്ക് പോലും മറ്റുള്ള ആളുകളെ ആശ്രയിക്കേണ്ട ഗതികേടില്ലേ? അതാണ് എന്റെ ചോദ്യം. വലിയ പരാതികൾ അവിടെ നിന്ന് ഉയരുന്നുണ്ട്. അത് വലിയ പ്രശ്നമാണ്. അങ്ങ് വയനാട്ടുകാരൻ കൂടിയാണ്. അങ്ങേക്ക് അത് ഉന്നയിക്കാൻ സ്വാഭാവികമായും ധാർമ്മികമായ അടിത്തറയുമുണ്ട്. അതല്ലല്ലോ നമ്മൾ പക്ഷെ ചോദിച്ചത്. SDRF-ൽ നിന്ന് എടുത്ത് ചെലവഴിച്ചൂടെ? അവിടെ കോടിക്കണക്കിന് കൂടിക്കിടക്കുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ അത് നമുക്ക് ദുരന്തത്തിന്റെ ഒരു ഫേസ് കഴിഞ്ഞിരിക്കുന്നു. അവിടെ നിന്ന് ഇനി നമുക്ക് തിരയാനില്ല, അവിടെ ആളുകളെ രക്ഷിക്കാനില്ല, മറ്റ് ചിലവുകളില്ല. നമുക്ക് വേണ്ടത് പുനരധിവാസത്തിനുള്ള പണമാണ്. അത് SDRF-ൽ നിന്ന് എടുത്ത് ചെലവഴിക്കാൻ കഴിയില്ല എന്ന് അങ്ങ് തന്നെ പറഞ്ഞു. പിന്നെ എടുത്ത് ചെലവാക്കിക്കൂടെ എന്ന് ചോദിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇല്ല, പുനരധിവാസം നോക്കൂ മേഡം. പുനരധിവാസം എവിടെയാണ് പുനരധിവസിപ്പിക്കുന്നത്? ഏത് എസ്റ്റേറ്റിലാണ് പുനരധിവസിപ്പിക്കുന്നത്? എത്രയാളാണ് പുനരധിവസിപ്പിക്കുന്നത്? അത് കോടതിയിലല്ലേ? ഇവർ ഏറ്റെടുത്തു എന്ന് പറഞ്ഞ ആ ലാൻഡുമായി ബന്ധപ്പെട്ട് തർക്കം കോടതിയിൽ നിലനിൽക്കല്ലേ? എവിടെയാണ് 4 മാസം കൊണ്ട് ഇവർ പുനരധിവസിപ്പിക്കാൻ പുനരധിവാസത്തിന് ആവശ്യത്തിന് പണം കിട്ടിയില്ല എന്നിടത്തുനിന്നാണല്ലോ ഈ കോടതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. കേരളം ഇത്രയും അധികം പണം ആവശ്യപ്പെടുന്നത് പുനരധിവാസത്തിനാണ്. എന്ത് പ്രൊജക്റ്റാണ് കൊടുത്തിട്ടുള്ളത്? ഒരു വീട്, എത്ര വീടുകൾ എൽസൺ എസ്റ്റേറ്റില്, എത്ര വീടുകൾ ഹാരിസൺ എസ്റ്റേറ്റില്, എത്ര വീടുകൾ മറ്റുള്ള സ്ഥലത്ത് എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അത് നമുക്ക് ചോദിക്കാം ശ്രീ പ്രശാന്ത്. ഞാൻ പറഞ്ഞല്ലോ, അത് നമുക്ക് ചോദിക്കാം. പ്രധാനപ്പെട്ട വിഷയമാണ്. അത് ചോദിച്ചാലല്ലേ പണം കൊടുക്കാൻ പറ്റുള്ളൂ. അത് കൊടുത്തത് ഈ മാസം 13-ാം തീയതിയാണ് മേഡം. ഈ കഴിഞ്ഞ മാസം 13-ാം തീയതി. ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. തുടക്കത്തിൽ ഞാൻ VK സനോജിനോട് അത് തന്നെയാണ് ചോദിച്ചത്. നിങ്ങൾ ഈ പറയുന്ന 1202 കോടി അതുമായി ബന്ധപ്പെട്ട് എന്ത് സഹായമാണ് കൊടുത്തത്? അത് NDR മാനദണ്ഡപ്രകാരമല്ലേ ആ അപേക്ഷ കൊടുത്തത്? പുനരധിവാസത്തിന് കേരളത്തിന് പണമില്ല എന്ന് പറയുമ്പോഴാണ് SDRF-ൽ ആവശ്യത്തിന് പണം ഉണ്ട് എന്ന് പറയുന്നത്. SDRF-ലെ പണം പുനരധിവാസത്തിന് ചെലവഴിക്കാൻ കഴിയില്ലേ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ അങ്ങ് തന്നെ പറയുന്നു കഴിയില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ അടുത്ത് പണമുണ്ട് എന്ന് വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്നത് എന്ന് ഞാൻ ചോദിക്കുമ്പോൾ അങ്ങ് പറയുന്നു കോടതിയിലാണ്, കോടതി തീരുമാനിക്കട്ടെ. ഇതിങ്ങനെ ആണ്ടകാലം കോടതിയിൽ കയറി വ്യവഹാരം നടത്തി തീരുമാനമായാൽ മതിയോ? 13-ാം തീയതിയാണ് പുനരധിവാസത്തിന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽഡ് സമർപ്പിച്ചത് എന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ എന്തിനാ അത് തിരുത്തിക്കൊണ്ടുവന്നത്? പുനരധിവാസത്തിനുള്ള സമർപ്പിച്ചത് ഈ കഴിഞ്ഞ മാസം 13-ാണ്. ഈ കാര്യത്തിലെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാദം ശ്രീ രാജു പിനാരിലേക്ക് ആദ്യഘട്ടത്തിൽ പോവാൻ കഴിഞ്ഞില്ല. അത് സാങ്കേതിക പ്രശ്നം കൊണ്ടാണ്. ശ്രീ രാജു പിനാരങ്ങേക്ക് കേൾക്കാമോ? ശ്രീ രാജു പിനാർ, പ്രിയങ്ക ഗാന്ധിക്ക് അമിത്ഷാ നൽകിയ മറുപടി കോൺഗ്രസ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വയനാടിന്റെ ദുരിതത്തിനൊപ്പം നിൽക്കുമെന്ന് വയനാട്ടിലെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകി തിരികെ പാർലമെന്റിലേക്ക് പോയതിനു ശേഷം പ്രിയങ്ക ഗാന്ധി കേന്ദ്രമന്ത്രിയോട് ചോദിച്ച കാര്യമാണ്. അതിന് കിട്ടിയ മറുപടിയിലാണ് ഈ പറയുന്ന കാര്യങ്ങളിൽ വ്യക്തത വരുന്നത്. അപ്പോഴും നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് പണമുണ്ടല്ലോ എന്നുള്ളതാണ് ചോദ്യം. മാത്രമല്ല കേരള സർക്കാരുമായി ബന്ധപ്പെട്ടൊരു വീഴ്ചയുണ്ടായി എന്ന് കേന്ദ്രം ചൂണ്ടിക്കാണിക്കുന്നു. അത് നിങ്ങൾ അങ്ങനെ തന്നെ എടുക്കുകയാണ് അല്ലെ? അതുകൊണ്ടാണ് ഇനി പിന്തുണ നൽകണമോ എന്ന കാര്യത്തിൽ ഒരു പുനർചിന്ത വേണമെന്ന് പ്രതിപക്ഷ നേതാവ് പറയേണ്ടി വരുന്നത്. അപ്പോൾ കേന്ദ്രം ഈ പറയുന്ന കാര്യം കോൺഗ്രസ് സ്വീകരിക്കുന്നുണ്ട്. അല്ല, ഇതിനകത്ത് ആദ്യം ഈ ദുരന്തത്തെ സംബന്ധിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കണം. കാരണം ദുരന്തം എന്ന് പറയുന്നത് 3 വാർഡുകളിൽ മാത്രമാണ് ഉണ്ടായതെങ്കിൽ പോലും വയനാടിൻ്റെ മുഴുവൻ സാമ്പത്തിക അവസ്ഥയെ ബാധിച്ച ഒന്നാണ്. അവിടെ താമസിച്ച ആൾക്കാർക്ക് മുഴുവൻ വീടുകൾ നഷ്ടപ്പെട്ടു, അവരുടെ ജീവനോപാധികൾ നഷ്ടപ്പെട്ടു, അവർക്ക് മുന്നോട്ട് പോകാൻ യാതൊരു മാർഗവുമില്ലാത്ത സാഹചര്യത്തിൽ നിൽക്കുന്നു. കൃഷിയിടങ്ങൾ ഒഴിച്ചുപോയി. അത് പൊതുവെ വയനാടിൽ മുഴുവനായിട്ട് ടൂറിസം ഉൾപ്പെടെയുള്ള മറ്റെല്ലാ കാര്യങ്ങളെയും ബാധിച്ചിട്ടുണ്ട്. ഇത്രയും വ്യാപ്തിയുള്ളൊരു അപകടമുണ്ടായപ്പോൾ വയനാടിന് ആവശ്യം ഒരു സ്പെഷ്യൽ പാക്കേജാണ്. കാരണം ഇപ്പോൾ ഈ അമിത്ഷാ നൽകിയിരിക്കുന്ന കത്തിലും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പറയുന്ന ഈ 145 കോടി രൂപയോളമായിട്ട് 2 ഗഡുക്കളായിട്ട് കൊടുത്തത് സംസ്ഥാനത്തിൻ്റെ ആകെ ആയിട്ടുള്ള ഒരു ദുരന്ത നിവാരണത്തിൻ്റെ പ്രിപ്പറേഷന് വേണ്ടി
എല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുക്കുന്ന പോലെ തന്നെ തുകയാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് വളരെ കർശനമായ നിബന്ധനകളുണ്ട്. ഇപ്പോൾ അതിനകത്ത് ഒരു നിബന്ധന എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ താൽക്കാലികമായിട്ട് അവരെ പാർപ്പിക്കുന്നതിന് എന്തിന് ഷെഡിന് അതിന് പോലും ഒരാൾക്ക് 2500 രൂപ സീലിംഗ് വെച്ചിട്ടുള്ള നിബന്ധനകളോട് കൂടിയാണ് ഈ പറയുന്ന പണം അനുവദിച്ചിട്ടുള്ളത്. അത് വെച്ചുകൊണ്ട് അങ്ങനത്തെ നിബന്ധനകൾ വെച്ചുകൊണ്ട് വയനാടിന് അല്ലെങ്കിൽ ചൂരൽമലയിൽ ഉണ്ടായ ദുരന്തത്തിന് പരിഹാരം കാണാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സ്പെഷ്യൽ പാക്കേജ് വേണം. ആ സ്പെഷ്യൽ പാക്കേജ് ഉണ്ടെങ്കിൽ സ്പെഷ്യൽ പാക്കേജ് വെച്ചുകൊണ്ട് പുനരധിവാസത്തിനുൾപ്പെടെ ഉള്ള കാര്യങ്ങൾക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അവിടെ കടകൾ മുഴുവനായിട്ട് സ്റ്റോക്ക് നഷ്ടപ്പെട്ടു പോയ ആൾക്കാരുണ്ട്, ആടുകളും മാടുകളും ഉൾപ്പെടെ ഉള്ളത് പോയവരുണ്ട്, കൃഷി നശിച്ച ഇവരെയൊക്കെ ഏത് രീതിയിലാണ് ഇപ്പോൾ പറയുന്ന SDRFന് പൊതുവെ അനുവദിക്കുന്ന തുക വെച്ചുകൊണ്ട് നമുക്ക് സഹായിക്കാൻ കഴിയുക എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു സംസ്ഥാനത്തിൻ്റെ മുഴുവനായിട്ടുള്ള ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ പ്രിപ്പറേഷന് വേണ്ടി അനുവദിക്കുന്ന തുക, ആ തുക ചൂരൽമലയിലെ ദുരിതാശ്വാസവും അതുപോലെ തന്നെ പുനരധിവാസ പ്രവർത്തനവുമായിട്ട് കൂട്ടിവെച്ച് നമുക്ക് പറയാൻ സാധിക്കില്ല. ശ്രീ പ്രശാന്ത് മലവേലിനോട് ആവർത്തിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലല്ലേ രണ്ടാം ഘടു അടക്കം ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ 2 ഘടുവും ഏറെക്കുറെ അടുപ്പിച്ച് തന്നെ കേരളത്തിന് കൊടുത്തിരിക്കുന്നത്. അപ്പൊ പിന്നെ അത് ചെലവാക്കാനല്ലേ, അരിയാഹാരം കഴിക്കുന്നവർക്ക് അത് മനസ്സിലാകില്ലേ എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത്. അത് തൽക്കാലം ഇപ്പോൾ അദ്ദേഹം കുറച്ച് ഗോതമ്പ് കഴിക്കാൻ മാത്രമേ മാർഗമുള്ളൂ അതിനകത്ത് പറയാനായിട്ട്. എനിക്കല്ലാത്തതൊന്നും പറയാൻ സാധിക്കില്ല. കാരണം അരിയാഹാരം കഴിക്കുന്ന ആൾക്കാർക്കെല്ലാം മനസ്സിലാവുന്ന വിഷയമാണ്. ഇനി അദ്ദേഹത്തിന് അത് കഴിച്ചിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ കുറച്ച് ഗോതമ്പ് കഴിക്കുക. അതിൻ്റെ കൃത്യമായിട്ടുള്ള SDRF ഫണ്ട് ചെലവഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗൈഡ് ലൈൻസ് എടുത്ത് അങ്ങൊന്ന് വായിച്ചു നോക്കണം. അതിലെ ഒരു ക്ലോസാണ് ഞാൻ പറഞ്ഞത്. 2500 രൂപ മാത്രമാണ് താൽക്കാലിക പുനരധിവാസത്തിന് വേണ്ടി ഒരാൾക്ക് ചെലവാക്കാൻ കഴിയുന്ന ഏറ്റവും പരമാവധി തുക. അത് വെച്ചുകൊണ്ട് വയനാട് ഈ ചൂരൽമലയിൽ ഉണ്ടായിരുന്ന ദുരിതാശ്വാസ പ്രവർത്തനം നടത്താൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ അവർ ചെയ്യേണ്ടത് ഈ തുക മറ്റ് നിബന്ധനകളെല്ലാം ഒഴിവാക്കുന്നു, ഈ തുക എടുത്ത് ചെലവഴിക്കാം എന്നുള്ള ഒരു അനുമതി കൊടുക്കണം. അതുണ്ടായിട്ടില്ല എന്നുള്ളത്. രണ്ടാമത് പ്രധാനമന്ത്രിയുടെ വിസിറ്റ് ഓഗസ്റ്റ് 10 കണ്ടു. നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടി കണ്ട ഒരു വിസിറ്റാണ്. ആ വിസിറ്റിനെ സംബന്ധിച്ചോളം അത് കഴിയുമ്പോഴത്തേക്ക് ഒരു പ്രഖ്യാപനം ഉണ്ടാവും എന്നായിരുന്നു BJPയുടെ പ്രതിനിധികൾ ഉൾപ്പെടെ ആ സന്ദർശനം നടക്കുന്ന സമയത്ത് ഉണ്ടായ ചർച്ചകളിൽ പറഞ്ഞത്. പ്രധാനമന്ത്രി വരുന്നു, അദ്ദേഹം അവിടെ വെച്ച് സഹായം പ്രഖ്യാപിക്കും, അതിനുവേണ്ടി വിദഗ്ധ സംഘം പ്രധാനമന്ത്രി എത്തുന്നതിന് മുൻപ് അവിടെ എത്തിയിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, സർക്കാരിൻ്റെ കണക്കുകൾ ഉൾപ്പെടെ ഉള്ള വിഷയത്തിൽ ഞങ്ങൾക്ക് അഭിപ്രായം ഇപ്പോൾ മാറ്റേണ്ട സാഹചര്യമുണ്ട്. ഞാനത് 2ാം ഘട്ടത്തിൽ വരാം. പ്രധാനമന്ത്രി അവിടെ വന്ന് കാണുകയും അദ്ദേഹത്തിന് മുൻപായിട്ടൊരു ഒരു വിദഗ്ധ സംഘം വന്ന് അവിടുത്തെ വ്യാപ്തി എന്താണെന്ന് മനസ്സിലാക്കിയതാണല്ലോ. ഓഗസ്റ്റ് 10 പ്രധാനമന്ത്രി അവിടെ വന്നു കഴിയുമ്പോൾ അദ്ദേഹത്തിന് ഒരു താൽക്കാലിക ആശ്വാസം അല്ലെങ്കിൽ ഒരു അടിയന്തര ആശ്വാസം എന്നുള്ള നിലയ്ക്ക് സർക്കാർ റിപ്പോർട്ടുകൾ പുറകെ വരട്ടെ, അതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ 1000 കോടി രൂപ ഇപ്പോൾ പ്രഖ്യാപിക്കുന്നു, അല്ലെങ്കിൽ 500 കോടി രൂപ ഇപ്പോൾ പ്രഖ്യാപിക്കുന്നു. അതിന് ചെയ്യാൻ പ്രധാനമന്ത്രിക്ക് അധികാരം ഉണ്ടായിരുന്നല്ലോ. എന്തുകൊണ്ട് പ്രധാനമന്ത്രി അത് ചെയ്തില്ല? അന്ന് തന്നെ നമ്മൾ അതിനെ സംബന്ധിച്ച് ചോദ്യം ചോദിച്ചോ പറഞ്ഞു ഇല്ല, പ്രധാനമന്ത്രി തിരിച്ചെത്തി കഴിഞ്ഞാൽ പ്രഖ്യാപനം വരും. പ്രധാനമന്ത്രി തിരിച്ചെത്തി 3.5 മാസം 4 മാസം കഴിയുന്നു, ഇപ്പോഴും അടിയന്തര ഒരു സഹായം പോലും പ്രഖ്യാപനം ഉണ്ടാവുന്നില്ല. അപ്പോൾ അവിടെ കേന്ദ്ര സർക്കാർ കൃത്യമായിട്ട് അനാവശ്യമായിട്ടുള്ള സാങ്കേതികത്വവും മറ്റു കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഈ വയനാടിനെ സഹായിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു എന്ന് തന്നെ പറയേണ്ട സാഹചര്യം ഈ 2 കാരണങ്ങൾ കൊണ്ട് തന്നെ ഉണ്ട്. ഇനി മറ്റൊരു കാര്യം, സർക്കാർ കണക്ക് കൊടുക്കാത്തതിനെ സംബന്ധിച്ച് ഔദ്യോഗികമായിട്ടൊരു മന്ത്രി പറയുന്നത് ഇന്ന് അമിത്ഷായുടെ നോട്ട് മറുപടി പുറത്തു വരുമ്പോഴാണ്. ഇതിനു മുമ്പ് കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനോട് ഇതിനെ സംബന്ധിച്ച് ചോദ്യം ചോദിച്ചപ്പോൾ പോലും അവര് സർക്കാർ കേരളം കണക്ക് തന്നിട്ടില്ല എന്നുള്ളൊരു വാക്ക് മിണ്ടിയിട്ടില്ല. പകരം ഞങ്ങൾ അതിന്റെ തീരുമാനം എടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ അമിത്ഷായുടെ കത്തിലും പറയുന്നത് മിനിസ്ട്രീരിയൽ ടീം, മന്ത്രിതല സമിതി അത് സംബന്ധിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നു. 4 മാസം കഴിഞ്ഞില്ലേ? ഈ 4 മാസം കഴിഞ്ഞിട്ട് ഇനിയും ഈ ജനതയെ സഹായിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം? അതാണ് പ്രശ്നം. ഞങ്ങൾ കേരള സർക്കാരിന് പരിപൂർണ പിന്തുണ കൊടുത്തതാണ്. അല്ല പറയട്ടെ മാധു, ഒരു മിനിറ്റ്. ഞങ്ങൾ കേരള സർക്കാരിന് പരിപൂർണ പിന്തുണ കൊടുത്തതാണ്. ഈ ദുരന്തം തന്നെ സർക്കാരിന്റെ വീഴ്ച ഉണ്ടായിട്ട് പോലും, കാരണം നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ഈ ദുരന്തം ഉണ്ടാവുന്നതിന് മുൻപ് തന്നെ അവിടെ അതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതും റെഡ് അലേർട്ട് നിൽക്കുന്ന പ്രദേശത്ത് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ പല ഇരട്ടി മഴ ഉണ്ടാവുന്നുവെന്നും അവിടെ പ്രാചീനമായ അറിവ് വെച്ച്
മുകളിൽ പൊട്ടിയിട്ടുള്ള ഒരു സാഹചര്യമുണ്ട് എന്ന് സാധാരണ ജനങ്ങൾ പോലും പറയുന്ന സാഹചര്യത്തിലും അവിടെ നിന്ന് ജനങ്ങളെ ഒഴിപ്പിക്കാതിരുന്നത് ഇത്രമാത്രം വലിയൊരു മരണസംഖ്യ ഉണ്ടാകുന്നതിന് കാരണമായത് സർക്കാർ. ഈ ആരോപണം അമിത്ഷാ തന്നെ മുൻപ് ഉന്നയിച്ചതാണ്. അന്ന് അങ്ങനെ ലാൻഡ് സ്ലൈഡ് പ്രവചിക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യ നമുക്കില്ല എന്ന കാര്യത്തിൽ വിദഗ്ധർ തന്നെ ഒരു ക്ലാരിറ്റി വരുത്തിയ സംഭവമാണ്. അന്ന് അമിത്ഷാ ഉന്നയിച്ച വിമർശനം കോൺഗ്രസ് ആവർത്തിക്കുകയാണോ? ഇല്ല, അമിത്ഷാ ഉന്നയിക്കുന്നതിനൊക്കെ മുമ്പ് തന്നെ ഞങ്ങൾ ഉന്നയിച്ചതാണ്. പക്ഷെ ഞങ്ങൾ ഒരു രാഷ്ട്രീയ വിഷയമായിട്ട് ഏറ്റെടുത്തില്ല. ഞാൻ ചോദിക്കട്ടെ, ആ പറയുന്ന തെറ്റാണല്ലോ. എങ്ങനെയാണ് ഒറീസ ഉൾപ്പെടെ ബംഗ്ലാദേശ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഉരുൾപൊട്ടൽ ഉൾപ്പെടെ മനസ്സിലാക്കി ജനങ്ങൾ അവിടെ നിന്ന്? ഞാൻ ചോദിക്കട്ടെ, അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കൂ, ഈ ഒരു ഏരിയയിൽ നടന്ന വളരെ ചെറിയ ഒരു പ്രദേശത്ത് നടന്ന 2 ഉരുൾപൊട്ടലുകളാണ്. അതിൽ നമുക്കുണ്ടായ നഷ്ടം എന്ന് പറയുന്നത് വലിയ അളവിലുള്ള ജീവനുകളാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ആഘാതത്തിന് കാരണമാകുന്ന ഒരു കാര്യം. ഇതൊരു താലൂക്ക് മൊത്തത്തിലാണ് ഈ പറയുന്ന പ്രവചന സ്വഭാവമുള്ളത്. ഒരു താലൂക്കിലെ മുഴുവൻ മനുഷ്യരെയും നമുക്ക് രാത്രിക്ക് രാത്രി മാറ്റി താമസിപ്പിക്കാൻ കഴിയില്ല. അല്ലാതെ കൃത്യമായി ഇന്ന പോയിന്റിൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുമെന്ന് പ്രവചിക്കാനുള്ള സാങ്കേതികവിദ്യ ഇന്ത്യയിൽ നിലവിലില്ല എന്നൊക്കെയാണ് നാം മനസ്സിലാക്കുന്നത്. നമുക്ക് അതിലേക്ക് പോകേണ്ടതെല്ലാം തോന്നുന്നു. കാരണം ഇപ്പോഴത്തെ പ്രശ്നം ജനങ്ങളുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഞാൻ അതിനകത്തൊക്കെ ഞാൻ അധികം പോകുന്നില്ല. പക്ഷെ മാധു ഒരു കാര്യം ചെയ്യാം. മാതൃഭൂമി ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുക. കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഉണ്ടായിട്ടുള്ള ഇത്തരത്തിലുള്ള ദുരന്തങ്ങളിൽ എത്രമാത്രം ജീവനുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ മറ്റു പലയിടത്തും നോക്കുക. എന്നിട്ട് 2018 പ്രളയത്തിലും 2024 ഈ ഉരുൾപൊട്ടലിലും നമുക്ക് എത്ര നഷ്ടമുണ്ടായി എന്ന് നോക്കുക. ഇത് രണ്ടും പരിഗണിച്ചാൽ നമ്മളെ അത്തരം കാര്യങ്ങളിലൊക്കെ വളരെ അക്കാഡമിക് ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവേണ്ടതുമാണ്. ശരി, നമുക്ക് അതിലേക്ക് വരാം. ഒരു മിനിറ്റ്, ദീർഘമാണ്. അല്ലല്ല, അങ്ങ് കാര്യം പറയണമെന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും ശരി പറയൂ. 30 സെക്കൻഡ് എടുക്കാം. പക്ഷെ സംസ്ഥാന സർക്കാർ എന്താ ചെയ്യുന്നത് നോക്കൂ. സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ദിവസം വന്നൊരു വിവരാവകാശ നിയമപ്രകാരം ഒക്ടോബറിൽ വിവരാവകാശം കൊടുക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലുള്ള പണം 1700 കോടി രൂപ അവിടെ ഒന്നും ചെയ്യാതെ വെച്ചുകൊണ്ടിരിക്കുക. അവിടെ അടിയന്തര ധനസഹായമായിട്ട് 10,000 രൂപ കിട്ടാനുള്ള ആൾക്കാർ ഇനിയുമുണ്ട്. അവിടെ വാടക ലഭിക്കാത്ത മനുഷ്യർ ഇനിയുണ്ട്. എല്ലാ മാസവും ഒരു മാസം 300 ദിവസം 300 രൂപ എന്ന കണക്കിൽ ജീവനോപാധി നഷ്ടപ്പെട്ടവർക്ക് കൊടുക്കുന്ന സഹായം അത് അപര്യാപ്തമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞതാണ്. ശരി ശ്രീ രാജപിതാർ, ഞാൻ മറ്റതിലേക്ക് പോയതിനു ശേഷം വരാം. ശരി, ഞാൻ വരാം. ശ്രീ വി കെ സനോജ് നോക്കൂ, ഇതിനകത്ത് ഇന്നിപ്പോ അങ്ങ് 2 തവണയായി മറ്റു കാര്യങ്ങൾ പറയണമെന്ന് പറഞ്ഞതുകൊണ്ട് സാങ്കേതികമായ കാര്യങ്ങൾ പറയുന്നത് കൊണ്ടാണ് ഞാൻ ഞങ്ങൾ കോൺഗ്രസ് ഉൾപ്പെടെ കർണാടക സർക്കാർ ഉൾപ്പെടെ വീടുകൾ വെച്ചു കൊടുക്കാന്ന് പറഞ്ഞു. 4 മാസമായിട്ട് ആ സ്ഥലം ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കാനായിട്ട് സർക്കാരിന് സാധിച്ചിട്ടില്ല. അപ്പൊ ഗുരുതരമായ വീഴ്ച സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും പുനരധിവാസ പ്രവർത്തനങ്ങളിലും ഉണ്ട്. അത് ഇനി ചർച്ച ചെയ്യാതെ മുന്നോട്ട് പോകാൻ സാധ്യമല്ല. കേന്ദ്രത്തിന്റെ വശം അവിടെ നിൽക്കുന്നു. ചുരുക്കം പറഞ്ഞാൽ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ഈ ദുരന്തത്തെ ഏറ്റവും ഒരു എന്താ പറയാ ഒരു അനാസ്ഥയോടുകൂടി കൈകാര്യം ചെയ്യുന്ന സവിശേഷമായ സാഹചര്യം അവിടെ നിൽക്കുന്നുണ്ട്. അവിടെ ജനങ്ങൾ അതിനായി തിരികെ സ്വാഗതം. ചർച്ചയിലേക്ക് ശ്രീ വി കെ സനോജ് നോക്കൂ, ഇന്നിപ്പോൾ അമിത്ഷാ പ്രിയങ്ക ഗാന്ധിക്ക് കൊടുത്തിരിക്കുന്ന മറുപടിയിൽ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് പ്രധാനമന്ത്രിക്ക് വയനാടിനെ സഹായിക്കണമെന്നുണ്ട്. അവിടുത്തെ കുഞ്ഞുങ്ങൾക്കുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പുനർനിർമ്മിച്ചു കൊടുക്കുന്നതിൽ അങ്ങ് കയ്യിൽ എടുത്തു വെച്ച് പ്രതിജ്ഞ ചൊല്ലിയ നൈസ മോളെ പ്രധാനമന്ത്രി വന്ന് ആശ്ലേഷിച്ച് ചേർത്ത് പിടിച്ചിരുന്നു. ആ വീഡിയോ ഒക്കെ ഭയങ്കര വൈറലായിരുന്നു. അപ്പോൾ അവിടുത്തെ കുഞ്ഞുങ്ങളുടെ പുനരധിവാസത്തിന് വേണ്ടി വിദ്യാഭ്യാസത്തിന് വേണ്ടിയൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് കേന്ദ്രത്തിന് വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ വിഘാതം നിൽക്കുന്നത് എന്താണ്? അത് സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് വന്നിരിക്കുന്ന എടുത്തു പറയത്തക്ക വിധത്തിലുള്ള വീഴ്ചയാണ് എന്നുള്ളതാണ്. ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഹാസ് ഇനോർഡിനേറ്റ്ലി ഡിലൈഡ് ഇൻ കംപ്ലൈയിങ് വിത്ത് ദ അഷ്വറൻസ് ഓഫ് ഹോണറബിൾ പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദി എന്നുള്ളതാണ് അമിത്ഷായുടെ മറുപടി. അത്രമേൽ വലിയ വീഴ്ചയായി കേന്ദ്രം ഈ കാലതാമസത്തെ കാണുന്നു. ഇത് തന്നെയാണ് കോടതിയിലും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കോടതിയിൽ പോയി പറയുന്ന കാര്യങ്ങൾ വിശുദ്ധവാക്യമായി എടുക്കണമെന്നാണ് ശ്രീ പ്രശാന്ത് മലവേൽ നേരത്തെ പറഞ്ഞത്. ഇവിടെ എന്താണ് കാലതാമസം? ജൂലൈ 30 സംഭവം ഉണ്ടാവുന്നു, ആഗസ്റ്റ് 17 റിപ്പോർട്ട് സമർപ്പിക്കുന്നു. അതിനുശേഷം നവംബർ 13 വീണ്ടും ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെന്റ് നടത്തിക്കൊണ്ടുള്ള റിപ്പോർട്ട് വീണ്ടും സമർപ്പിച്ചു. അതിനുശേഷം ഇപ്പം സമീപ ഡേറ്റ് കൃത്യമായിട്ട് നവംബർ 13 വീണ്ടും PDNA സമർപ്പിക്കുന്നു.
അപ്പോൾ PDNA സമർപ്പിച്ചത് വൈകിപ്പോയി എന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പം നേരത്തെ സമർപ്പിച്ച ആഗസ്റ്റ് 17 സമർപ്പിച്ച റിപ്പോർട്ട് എവിടെ? നവംബർ 13 സമർപ്പിച്ച റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സഹായം എവിടെ? ആ സഹായം അവിടെ നിൽക്കട്ടെ, അതൊന്നും അനുവദിച്ചിട്ടില്ല. അതിന് മുന്നേ തന്നെ ഇപ്പോൾ ആളുകളെ സഹായിക്കുക എന്നുള്ളതാണല്ലോ ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ ആഗ്രഹം. അപ്പോൾ ആ ആഗ്രഹം അനുസരിച്ച് L3 പ്രഖ്യാപിക്കാൻ എന്താ ബുദ്ധിമുട്ട്? L3 പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെയുള്ള ജനങ്ങളെ സഹായിക്കാൻ ആവശ്യമായ നിലപാട് സംസ്ഥാനത്തിന് സഹായമൊന്നുമില്ലാതെ നടത്താലോ. പിന്നെ L3 പ്രഖ്യാപിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ആഘാതം അവിടെ ഉണ്ടായിട്ടില്ല എന്ന് കേന്ദ്രത്തിന് പറയാൻ കഴിയുമോ? അത് BJPയുടെ പ്രതിനിധി ഇവിടെ പറയണം. BJPയുടെ പ്രതിനിധി എന്നാ പറ, L3 പ്രഖ്യാപിക്കാൻ ആവശ്യമായ ദുരന്തമൊന്നും അവിടെ ഉണ്ടായിട്ടില്ല എന്ന് നിങ്ങൾ പറ. അങ്ങനെ പറയാൻ കഴിയുമോ? ഇപ്പം നൈസമോളെ എടുത്തിട്ട് ആശ്ലേഷിച്ചു അല്ലേ, അത് വലിയ റീൽസൊക്കെ ആയിട്ട് രാജ്യം മുഴുവൻ ഓടിച്ചു. ആ നൈസമോൾക്ക് ഉൾപ്പെടെ ഈ സമരത്തിൻ്റെ ഭാഗമായിട്ട് അണിനിരക്കേണ്ടി വരുന്നൊരു ചിത്രം ഉണ്ടാവുന്നു. ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം കേന്ദ്ര ഗവൺമെന്റ് വേണമെങ്കിൽ ആളുകളുടെ ലോൺ എഴുതിത്തള്ളാം, വായ്പ എഴുതിത്തള്ളാം, അങ്ങനെ ജനങ്ങളെ സഹായിക്കാം. ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് സഹായിക്കണമെന്നുണ്ട്, പക്ഷേ കേരളത്തിൻ്റെ എന്തെല്ലോ പിടിപ്പുകേട് കൊണ്ട് സഹായിക്കാൻ കഴിയുന്നില്ല. കേന്ദ്ര ഗവൺമെന്റ് നേരിട്ട് സഹായിക്കാൻ വേണ്ടി കഴിയുന്ന കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞത്. ആ ഭാഗത്തെക്കുറിച്ചൊന്നും അവരൊന്നും പറയുന്നില്ല. ഇത് തന്നെയാണ് കോടതിയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നാളെ കോടതി ഇത് പരിഗണിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ കൊടുത്തിരിക്കുന്ന കാര്യത്തെ കോടതിയിലേക്ക് കൊണ്ടുപോകുന്നത് എന്തിനാണ്? കോടതിയിലേക്ക് ഈ കാര്യങ്ങൾ വലിച്ചിഴക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ പാവപ്പെട്ട ജനതയ്ക്ക് വേണ്ടിയിട്ട് കോടതിയിൽ പോയി ഇത്രമാത്രം സമയം കളയാനുള്ള ഒരു അവസ്ഥ എന്തിനാണ് കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കുന്നത്? കേന്ദ്ര ഗവൺമെന്റ് യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാത്തതാണോ? കേന്ദ്ര ഗവൺമെന്റ് സംവിധാനമില്ലേ? കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ ദേശീയ ദുരന്ത നിവാരണ സമിതിയും അതുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയും ഉദ്യോഗസ്ഥന്മാരും പരിവാരങ്ങളും എല്ലാം തമ്പടിച്ചല്ലോ അവിടെ വന്നിട്ട്. അത് കൂടാതെ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് വന്ന് കാര്യങ്ങൾ ബോധ്യപ്പെട്ടല്ലോ. പ്രധാനമന്ത്രി തന്നെ നേരിട്ട് വന്ന് കാര്യങ്ങൾ CMDRFിലുള്ള 1700 കോടി അതിന് പറയുന്ന മാനദണ്ഡങ്ങളൊന്നും ബാധകമല്ലല്ലോ, അത് എടുത്ത് ചെലവഴിക്കാമല്ലോ. മാത്രമല്ല അതിലൊരു 500 കോടി എന്ന് പറയുന്നത് വയനാടിന്റെ ദുരന്ത പശ്ചാത്തലത്തിൽ കേരളത്തിലുള്ള ആളുകൾ കൈയഴിച്ചു കൊടുത്ത സഹായമാണ്. അല്ല, അതിപ്പം എന്തെങ്കിലും വകമാറ്റി ചെലവഴിച്ചു എന്നാണോ നിങ്ങൾ പറയുന്നത്? ചെലവഴിച്ചില്ല എന്നാണ്. ആ കാര്യങ്ങൾ മാത്രം ചെലവഴിച്ചാൽ എന്തെങ്കിലും തരത്തിലുള്ള പുനരധിവാസ പ്രവർത്തനം എത്ര ശതമാനം ചെയ്യാൻ വേണ്ടി കഴിയും? ഞങ്ങൾ ആ പണം ചെലവഴിക്കില്ല എന്നല്ലല്ലോ. ആ പണം ചെലവഴിക്കില്ല എന്ന് പറഞ്ഞോ ഗവൺമെന്റ്? 32 പേർക്ക് 10,000 രൂപ വെച്ച് ആദ്യഘട്ടത്തിൽ സഹായം കൊടുത്തില്ല എന്നല്ല പറയുന്നത്. 100 രൂപ വെച്ച് ഓരോ കുടുംബത്തിനും 3 മാസം കൊടുത്തു. മരണപ്പെട്ട ആളുകൾക്ക് 6 ലക്ഷം വെച്ച് കൊടുത്തു. 807 കുടുംബങ്ങൾക്ക് വീട്ടിൽ മാറി താമസിക്കാൻ ആവശ്യമായിട്ടുള്ള വാടക കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ കേന്ദ്രം NDRF വന്നതിന്റെ, ഹെലികോപ്റ്റർ വന്നതിന്റെ, ബെയിലി പാലം കെട്ടിയതിന്റെ ഒരു ലിസ്റ്റ് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അത് സമ്മതിച്ചു കൊടുക്കും? ഇല്ല, നിങ്ങൾ കേന്ദ്രം എന്ത് സഹായം വയനാടിന് മാത്രമായി കൊടുത്തു എന്നാണ് ചോദിക്കുന്നത്. ഇതേപോലെ നിങ്ങൾ ഒരു പട്ടിക പറഞ്ഞിട്ട് CMDRF ചെലവാക്കാത്ത എന്താണെന്ന് ചോദിക്കുമ്പോൾ ചെലവാക്കില്ല എന്ന് പറഞ്ഞോ എന്ന് ചോദിക്കുന്നത് ഒരു ഇരട്ടത്താപ്പിലെ ചെലവാക്കില്ല എന്ന് പറഞ്ഞില്ല. ഇവിടെ വയനാട് സംഭവിച്ചത് ഒരു വലിയ ദുരന്തമാണ്. ആ ദുരന്തത്തിൽ നിന്ന് ആളുകളെ പുനരധിവസിപ്പിക്കണമെങ്കിൽ CMDRFിലെ പണം മാത്രം പോരാ. കേന്ദ്ര ഗവൺമെന്റ് മറ്റ് സംസ്ഥാനങ്ങൾ കൊടുക്കുന്നത് പോലെ വിവേചനമില്ലാതെ കേരളത്തിന് അർഹമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇവിടെ തർക്കമില്ല എന്ന് പ്രശാന്ത് മലവയലിനോട് ചോദിച്ച ചോദ്യങ്ങളിൽ കൈകാര്യം ചെയ്യുമ്പോൾ നിങ്ങളെന്തോ CMDRFിൽ പണം പിടിച്ചു വെച്ചിരിക്കുന്നു, അത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയല്ല എന്നൊരു തോന്നലാണ് ഉണ്ടാക്കുന്നത്. CMDRFിൽ ഒരു പണവും പിടിച്ചു വെക്കുന്നില്ല. ഏതെങ്കിലും ഒരു വാക്ക് കട്ടിയിൽ പറയുമ്പോൾ തീരുന്ന പുകമറയൊന്നും ഇവിടെ ഇല്ല. ഇതിൽ ഈ വയനാട് ദുരിതവുമായി ബന്ധപ്പെട്ട് CMDRFിൽ നിന്ന് പണം ചെലവഴിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അങ്ങ് പറഞ്ഞാൽ എനിക്ക് തർക്കമല്ലെന്നേ. ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റിനെ കൊണ്ട് ചെയ്യാൻ വേണ്ടി കഴിയുന്ന രൂപത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതിന്റെ കണക്കാണ് ഞാൻ നേരത്തെ വായിച്ചത്. CMDRFിലെ പണം കൊടുക്കില്ല എന്ന് ആരെങ്കിലും പറഞ്ഞോ? CMDRFിലെ പണം ചെലവഴിക്കാത്തത് കൊണ്ട് കേന്ദ്രത്തോട് സഹായത്തിന് ആവശ്യപ്പെടാൻ പാടില്ല എന്ന് പറയുന്നത് എന്തിനാണ്? എനിക്ക് തർക്കമില്ല, ഞാൻ പറഞ്ഞില്ല. ആ കാര്യം പറയുന്നത് നിങ്ങൾ ഈ കാര്യം പറയുന്നത് ഞാൻ പറഞ്ഞില്ല. ആ പണം ഒന്നും എടുത്ത് എവിടെയും പോകുന്നില്ല. കൂട്ടിവെക്കാനുള്ള പണമാണോ? അത് കേരളത്തിന്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും. കേരളത്തിന്റെ ആവശ്യമല്ലേ? കേരളത്തിന്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും. വയനാടിന്റെ ആവശ്യങ്ങൾക്ക് 500 കോടി കൊണ്ട് ചെയ്യാൻ കഴിയുന്നതുണ്ട്. ചെയ്യാൻ കഴിയുന്നതിൽ എന്ത് ചെയ്തു? ചെയ്യില്ല എന്ന് പറഞ്ഞു. സ്ഥലം ഏറ്റെടുക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. CMDRFിലെ 500 കോടി അത് മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് പുനരധിവാസ പ്രവർത്തനം പൂർത്തീകരിക്കാൻ കഴിയില്ല. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെന്തിനാണ് അതിൽ കേന്ദ്രീകരിച്ചാണ് ചർച്ച? ഇവിടെ പ്രധാനപ്പെട്ട പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. CMDRFിലെ പണം ചെലവഴിക്കില്ല എന്ന് സർക്കാർ പറഞ്ഞിട്ടില്ല. CMDRFിൽ പണം ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. CMDRFിലെ പണമെല്ലാം വയനാട് ദുരിതബാധിതർക്കും മറ്റാളുകൾക്കും
ഉപയോഗിക്കാൻ വേണ്ടി കഴിയും. കാലതാമസം വരുത്തുന്നു എന്നുള്ളതല്ലേ അങ്ങയുടെ ആരോപണം? ഒരിക്കലുമല്ല. സർക്കാരിന്റെ ആരോപണം. ഞാൻ ബിജെപിയോട് ശക്തമായി ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അങ്ങയോടും ചോദിക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ടെന്നേ. നിങ്ങൾ ചോദിച്ചു, അതിന് ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. CMDRF-ലെ പണം ചെലവഴിക്കില്ല എന്ന് സർക്കാർ പറഞ്ഞിട്ടില്ല. അത് തന്നെയാണ് അവർ പറയുന്നത്. പണത്തെ കേന്ദ്ര സഹായം തരില്ല എന്ന് പറഞ്ഞിട്ടില്ല എന്ന്. 4.5 മാസത്തെ കാലതാമസം കേന്ദ്രം ചെയ്യുന്നത് ദുരിതബാധിതരോടുള്ള കൊഞ്ഞനം കുത്തലാണ്, അവരോട് ചെയ്യുന്ന ക്രൂരതയാണെന്ന് സംസ്ഥാനം പറയുമ്പോൾ CMDRF-ൽ പൂർത്തീകരിക്കട്ടെ. CMDRF-ൽ വയനാടുമായി ബന്ധപ്പെട്ട് മാത്രം ജനം കൈയച്ചു കൊടുത്ത സഹായത്തിന്റെ കോടികൾ കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അത് ചെലവഴിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ചെലവഴിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഒരുപോലെയാണ് ജനങ്ങൾക്ക്. ഒരിക്കലും ഒരുപോലെയല്ല. നിങ്ങൾ സമ്മതിക്കില്ല എന്നേ ഉള്ളൂ. ഒരിക്കലും ഒരുപോലെയല്ല. അതായത് അവിടെയുള്ള പുനരധിവാസ പ്രവർത്തനം നടത്താം. CMDRF-ലെ 500 കോടി മാത്രം പോരാ. കേന്ദ്ര ഗവൺമെന്റിന്റെ ഏറ്റവും കാര്യമായ സഹായങ്ങൾ നമ്മുടെ കയ്യിൽ 100 രൂപയുണ്ട്. ആ സഹായത്തിന് പണമില്ല. നാളെ 2-ാം തീയതി നാളെ ശമ്പളം വീണാലേ പറ്റുള്ളൂ. ശമ്പളം വന്നാലേ ഞാൻ ഇന്ന് ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കുള്ളൂ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇന്നത്തെ ഇനം കഴിയാൻ ഇന്നത്തെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അതെടുത്ത് ചെലവഴിക്കാനുള്ള എന്തിനാണ് എന്ന് ആളുകൾക്ക് മനസ്സിലാവും. ശരി, ഒറ്റ കാര്യം കൂടി, മറ്റൊരു കാര്യം ഇവിടെ രാജു പി നായർ പറഞ്ഞത് സംസ്ഥാന ഗവൺമെന്റ് ഈ കാര്യത്തൊന്നും ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞങ്ങളും നാളെ മുതൽ ഇതുമായി ബന്ധപ്പെട്ട സമരത്തിലാണ് എന്നാ പറയുന്നത്. ഒരു ഒറ്റ മിനിറ്റ്. രാജു പി നായർ പറയുകയാണ് സംസ്ഥാന ഗവൺമെന്റ് വീഴ്ചയുണ്ട്. എന്താ വീഴ്ച? അതുമായി ബന്ധപ്പെട്ട നേരത്തെ തന്നെ കാലാവസ്ഥാ പ്രവചനം ഉണ്ടായെന്നും അതിനകത്ത് ഗുരുതരമായ വീഴ്ച പറ്റിയെന്നൊക്കെ നിങ്ങൾ അതിന് മറുപടി പറഞ്ഞു. അത് തന്നെയാണ് നേരത്തെ അമിത്ഷായും BJP പറഞ്ഞത്. ചില ശാസ്ത്രജ്ഞന്മാരെ കണ്ടിട്ട് ഇതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളുകൾ എഴുതാൻ വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തിയല്ലോ BJP. ശ്രീ പ്രശാന്ത് മലവേൽ, വയനാട്ടിലുണ്ടായത് തീവ്ര ദുരന്തമായി പരിഗണിച്ച് 153.45 കോടി നൽകി എന്നൊരു കണക്ക് കൂടി ഈ കത്തിൽ പറയുന്നുണ്ട്. 154 കോടി തരികയാണ്. 154 കോടി രൂപ തരുമ്പോൾ പറയുന്നത് അതിനുള്ളൊരു മാനദണ്ഡം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? നമ്മൾ CMDRF-ലുള്ള അങ്ങ് നേരത്തെ പറഞ്ഞതിൽ സാങ്കേതികമായ പ്രശ്നമുണ്ട്. പകുതി തുക ചെലവഴിച്ചു എന്നുള്ളതല്ല, പകുതി തുക ചെലവഴിച്ചാൽ മാത്രം എന്നുള്ളതല്ല. നമ്മുടെ CMDRF-ൽ എത്ര രൂപയുണ്ടോ ആ തുകയുടെ പകുതി ഈ അനുവദിക്കുന്ന പണത്തിൽ നിന്ന് തട്ടിക്കിഴിച്ചിട്ട് ബാക്കിയേ നമുക്ക് ചെലവഴിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അതായത് നമുക്ക് 154 കോടി തരുന്നു, നമ്മുടെ കയ്യിൽ 500 കോടി രൂപയുണ്ട്, അതിൻ്റെ പകുതി 250 കോടി രൂപയാണ്. 154-ൽ നിന്ന് 250 കോടി കുറച്ചിട്ട് ബാക്കിയുള്ളത് ചെലവഴിക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറയുന്ന സാങ്കേതികത എന്ന് പറഞ്ഞാൽ നമുക്ക് പൈ ചെലവഴിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇമാതിരി സാങ്കേതികയുടെ പെട്ടിയിൽ വെച്ച് അടക്കി വെച്ചിരിക്കുന്ന നോട്ട് കെട്ടുകൾക്ക് കടലാസിന്റെ വിലയല്ലേ ഉള്ളൂ. ഒരിക്കലും അല്ല മാഡം. ഇത് തന്നെയാണ് ആന്ധ്രയിലും, ഇത് തന്നെയാണ് ത്രിപുരയിലും, ഇത് തന്നെയാണ് ഹിമാചലിലും ഒക്കെ നടന്നിട്ടുള്ളത്. അവിടെ SDRF ഫണ്ടിൽ നിന്ന് അവിടെ ആ സംസ്ഥാനത്തിന് ആവശ്യമായിട്ടുള്ള തുകകൾ ഉപയോഗിക്കുന്നു, അതിൻ്റെ കണക്ക് കേന്ദ്രത്തിന് കൊടുക്കുന്നു, വീണ്ടും പണം ആവശ്യപ്പെടുന്നു, അതും അനുവദിക്കുന്നു. ഈ സംസ്ഥാനത്ത് ഞാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടു, CMDRF എന്നും ചെലവഴിക്കില്ല, SDRF എന്നും വയനാട്ടിലേക്ക് ചെലവഴിക്കില്ല. പിന്നെ എവിടെ നിന്നാണ് ആളുകൾക്ക് ഈ പണം ലഭിക്കുന്നത്? ആളുകൾക്ക് എന്തെങ്കിലും ലഭിക്കേണ്ടത് എവിടെ നിന്നാണ്? കേന്ദ്രത്തിൻ്റെ സ്പെഷ്യൽ പാക്കേജിൽ നിന്നാണ് കിട്ടേണ്ടതെങ്കിൽ ശരി, അതും വാദത്തിന് വേണ്ടി ഞാൻ അംഗീകരിക്കുന്നു. ഇനി ഇതൊന്നും നിങ്ങൾക്ക് തൊടാൻ കഴിയില്ല, നിങ്ങൾ ഈ സാധനം ഒന്നും വയനാട്ടിലേക്ക് കൊടുക്കണ്ട, വേണ്ടാന്ന് വെച്ചു, സമ്മതിച്ചു. നിങ്ങൾ 4 മാസമായിട്ട് എന്തിനാണ് സ്പെഷ്യൽ പാക്കേജിനുള്ള മെമ്മോറാണ്ടം വൈകിപ്പിച്ചത്? കേന്ദ്രം കൊടുക്കുമായിരുന്നല്ലോ, ആ കൊടുക്കുമായിരുന്ന തുക നിങ്ങൾ എന്തിനാണ് വൈകിപ്പിച്ചത്? അത് ഈ പാവങ്ങൾക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് പുനരധിവാസത്തിന്, അവർക്ക് സ്വന്തമായി വീട് വെക്കാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവർക്ക് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ഉണ്ടായിരുന്നില്ലേ? നിങ്ങൾ ഈ കോടിക്കണക്കിന് രൂപ കെട്ടിപ്പിടിച്ചോളൂ, പക്ഷെ നിങ്ങൾ കൊടുക്കേണ്ടുന്ന പേപ്പറുകൾ കൊടുത്തിരുന്നെങ്കിൽ ഇവർക്ക് കിട്ടേണ്ടുന്ന തുകകൾ കിട്ടുമായിരുന്നില്ലേ? അതെന്തിനു വൈകിപ്പിച്ചു എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങളോട് ഇവർ വിശദീകരിക്കണം. അവിടെയാണ് രാജു പി നായരുടെ പാർട്ടിയും ഈ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയും ഒരുപോലെ എന്തിനു വേണ്ടിയാണ് സമരം ചെയ്തതെന്ന് ഇപ്പോൾ പൊതുജനങ്ങൾക്ക് കൃത്യമായിട്ട് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തോട് ചോദ്യമായി ഉന്നയിച്ചിട്ടുണ്ട്, ശ്രീ സനോജിനോടും ഉന്നയിച്ചിട്ടുണ്ട്. അങ്ങയോടൊരു ചോദ്യം ചോദിക്കുമ്പോൾ അങ്ങേക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മറുപടി പറയുക എന്ന് പറയുന്നത് ഒരു സാമാന്യ യുക്തിയാണല്ലോ. ഞാൻ കേന്ദ്ര സർക്കാർ ഈ IMCT-യുടെ നിർദ്ദേശപ്രകാരം ഇല്ല പറഞ്ഞില്ല, അത് അങ്ങനെ പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അത് ഉത്തരമല്ല. 153 കോടി രൂപ അതിന്റെ ബ്രാക്കറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്, സബ്ജക്ട് ടു അഡ്ജസ്റ്റ്മെന്റ് ഓഫ് 50% ഓഫ് ദ അവൈലബിൾ ബാലൻസ് ഇൻ SDRF അക്കൗണ്ട് എന്ന്.
നമുക്ക് 500 കോടി ഇവിടെ ഉണ്ട് SDRF-ൽ. അത് വയനാടിന് മാത്രമായി ചെലവഴിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സാങ്കേതികത. അപ്പോൾ ഈ അതിൽ നിന്ന് തന്നെയാണ്, അതായത് അമിത്ഷായുടെ മറുപടിയിൽ നിന്നാണ് ഞാൻ ഈ വായിക്കുന്നത്. 153 കോടി രൂപ തരുന്ന സമയത്ത് SDRF-ലുള്ളതിന്റെ പകുതി തുക അതിൽ നിന്ന് തട്ടിക്കഴിച്ചിട്ട് നമുക്ക് ചെലവഴിക്കാൻ പറ്റുള്ളൂ. SDRF-ൽ 500 കോടി രൂപയുണ്ട്. അത് വയനാടിന് മാത്രമായി ചെലവഴിക്കാൻ കഴിയില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇതിൽ നിന്ന് ഈ 153 കോടി രൂപയിൽ നിന്ന് 250 കോടി രൂപ കുറച്ചിട്ട് ബാക്കിയുള്ള പണം, അത് എത്ര പണമാണ്? അങ്ങോട്ട് പണം കൊടുക്കണോ? ഈ നമ്മൾ മാധ്യമങ്ങളിൽ പറയുന്നതിൽ കുറച്ചെങ്കിലും കോടതിയിൽ കൊടുത്ത വസ്തുതയായിരിക്കുമല്ലോ. ആ കോടതിയിൽ വരിക്കുന്ന വസ്തുത ഞാൻ നേരത്തെ വായിച്ചല്ലോ. ഇനി അതൊന്നുകൂടി ആവർത്തിച്ചാൽ പോലും ഈ 388 കോടി രൂപ ഈ അഫക്റ്റഡ് പീപ്പിളിന് ഉപയോഗിക്കാമെന്ന് പറഞ്ഞാൽ അതാരും അത് മുഖവിലയ്ക്ക് എടുക്കാനേ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇതെന്തൊരു വാദമാണ്? എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ പറ്റുമെന്നും ഇവർ പറ്റില്ല എന്നും പറയുന്നു. നിങ്ങൾ പറ്റുമെന്നും ഇവർ പറ്റില്ല എന്നും പറയുന്നു. ആ വാദം അവിടെ നിൽക്കുന്നു. ആ വാദം അവിടെ നിൽക്കുന്നു. ഇത് ഞാൻ ചോദിച്ചത് അങ്ങ് പറഞ്ഞ 145 പ്ലസ് 145ന്റെ കാര്യം ല്ല. 153 കോടി രൂപ അതിതീവ്ര ദുരന്തമാണ് എന്ന് കണ്ട് അങ്ങയുടെ മുൻ കേന്ദ്രമന്ത്രി പറഞ്ഞ അതിതീവ്ര ദുരന്തമല്ല, വയനാട് ദുരന്തം എന്ന് പറയാനില്ല, 2 വാർഡുകളെ മാത്രം ബാധിക്കുന്നതെന്നൊക്കെയാണ്. അങ്ങ് ആ നിലപാടിൽ ആവർത്തിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിതീവ്ര ദുരന്തമാണെന്ന് കണ്ട് 153 കോടി രൂപ അനുവദിച്ചാൽ അതിൽ നിന്ന് 250 കോടി രൂപ കുറച്ചിട്ടേ ഉപയോഗിക്കാൻ കഴിയുള്ളൂ എന്ന് ക്ലോസ് എഴുതി വെച്ചിട്ട് ഈ പണം ആർക്ക് കാണാനാണ്? ഉപയോഗിക്കാൻ കഴിയില്ല. ആർക്ക് കാണാനാണ് കൊടുക്കുന്നത്? ശരി, അതിനൊരു മറുപടി ഞാൻ പറഞ്ഞുതരാം. അട്ടമലയിൽ തകർന്നിട്ടുള്ളത് 72 വീടുകൾ, മുണ്ടക്കയിൽ 206 വീടുകൾ, ചൂരൽമലയിൽ 161 വീടുകൾ, 439 വീടുകളാണ് പൂർണ്ണമായി തകർന്ന് മറ്റാളുകളുടെ വീടുകളിൽ സംരക്ഷണത്തിനായി മാറി നിൽക്കുന്ന ആളുകൾ. ഈ SDRF-ൽ നിന്ന് 10 കോടി രൂപ, വെറും 10 കോടി രൂപ മാറ്റിവെച്ചാൽ 2 ലക്ഷം രൂപ വെച്ച് ഈ 439 കുടുംബങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. അതിൽ നിന്ന് 47 കോടി രൂപ എടുത്താൽ 10 ലക്ഷം രൂപ വെച്ച് കൊടുക്കാൻ സാധിക്കും. 100 കോടി എടുത്താൽ 22 ലക്ഷം രൂപ വെച്ച് കൊടുക്കാൻ സാധിക്കും. ഇത്ര പോലും തുക അതിൽ നിന്ന് എടുക്കാൻ സാധിക്കില്ല എന്നാണോ മാധു പറയുന്നത്? മാധു അതാണോ ഈ ജനങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ പറയുന്നത് എന്തോ ആകട്ടെ, നിങ്ങൾ രണ്ടുപേരും കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും വാദം ഉന്നയിക്കാനാണല്ലോ ഇരിക്കുന്നത്. നിങ്ങൾ പറയുന്നത് ചെലവഴിക്കാൻ കഴിയുമെന്നാണ്, അവർ പറയുന്നത് ചെലവഴിക്കാൻ കഴിയില്ല എന്നാണ്. SDRF-ന്റെ ഫണ്ട് എവിടെയെങ്കിലും പുനരധിവാസത്തിനായി ചെലവഴിക്കാൻ കഴിയില്ല എന്നാണ് എന്റെ വിവരം. പുനരധിവാസത്തിനായി ചെലവഴിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് എനിക്ക് ലഭിക്കുന്ന വിവരം. അത് ഈ പറയുന്ന റിലീഫ് പ്രവർത്തനങ്ങൾക്ക്, ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക്. മാതൃഭൂമിക്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്നല്ലോ, മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തല്ലോ എന്നാണ് പുനരധിവാസത്തിന് വേണ്ടി പാക്കേജ് കൊടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞല്ലോ. ഞാൻ ചോദിക്കുന്നല്ല അങ്ങ് കേൾക്കുന്നത്. നവംബർ 13-നാണോ അയച്ചത് എന്ന് ചോദ്യമല്ല ഞാൻ അങ്ങോട്ട് ചോദിച്ചത്. അങ്ങ് ഈ ചക്കെന്ന് പറയുമ്പോൾ കൊക്കെന്ന് പറയല്ലേ ശ്രീ പ്രസാദ് മലവേൽ? ഈ നവംബർ 13-നാണോ റിപ്പോർട്ട് ചോദിച്ചത് എന്നുള്ളതല്ല ഇവിടെ ചോദിക്കുന്നത്. അങ്ങ് ഒരു കാര്യം പറയുന്നു, ഞാൻ അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നു. അങ്ങ് വേറൊരു കാര്യം പറയുന്നു, ഞാൻ അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നു. അങ്ങ് സ്കിപ്പ് ചെയ്ത് വേറൊരു ഇടത്തേക്ക് പോകുന്നു. ഇതിനൊരു കണക്ഷൻ വേണ്ടേ? കേട്ടോണ്ടിരിക്കുന്നവർക്ക് ഒരു കണക്ട് ചെയ്യാൻ പറ്റണ്ടേ? അല്ലല്ല, പുനരധിവാസത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പുനരധിവാസത്തെക്കുറിച്ച് പറയുന്നു. പുനരധിവാസത്തിന് സ്പെഷ്യൽ പാക്കേജ് വേണം. അതെപ്പോഴാണ് പാക്കേജിനുള്ള ഒരു മെമ്മോറാണ്ടം കൊടുത്തത് എന്നാണ് എൻ്റെ ചോദ്യം. പുനരധിവാസത്തിന്റെ പാക്കേജിന്റെ കാര്യമല്ല ഞാൻ അങ്ങയോട് ചോദിച്ചത് എന്നാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്. ഞാൻ പറഞ്ഞത് അതിതീവ്ര ദുരന്തമായി കണ്ട് 153 കോടി രൂപ അനുവദിച്ചത് നമ്മൾ ആദ്യഘട്ടത്തിൽ ചർച്ച ചെയ്തു ശ്രീ പ്രശാന്ത് മലവയൽ. എവിടെ എത്തിയില്ലാന്നേ ഉള്ളൂ. 153 കോടി രൂപ അതിതീവ്ര ദുരന്തമായി കണ്ട് അനുവദിച്ചത് ഉപയോഗിക്കാൻ കഴിയാത്ത സാങ്കേതികമായ ക്ലോസ് ഉപയോഗിച്ചാണ് ഇങ്ങോട്ട് അനുവദിച്ചത് എന്നാണ്. അങ്ങനെ നിഷേധിക്കുന്നുണ്ടോ? നിങ്ങൾ പറഞ്ഞ വാദം അംഗീകരിച്ചുകൊണ്ട് 388 കോടിയിൽ നിന്ന് ഒരു 10 കോടി രൂപ എടുക്കാൻ സാധിക്കില്ല എന്നാണോ മാധു പറയുന്നത്? ഈ 319 കോടിയുടെ കാര്യമല്ല ചോദിച്ചത്. 145 കോടി രൂപ വീതം ജൂലൈ 31-നും ഒക്ടോബർ 10-നും അനുവദിച്ച പണത്തിന്റെ കാര്യമല്ല ഞാൻ ചോദിക്കുന്നത് ശ്രീ പ്രശാന്ത് മലവേൽ. അങ്ങനെ ഞാൻ ചോദിക്കുന്നത് മനസ്സിലാവുന്നില്ലേ? ഞാൻ ചോദിക്കുന്നത് 153 കോടി രൂപ SDRF-ലുള്ള പണമല്ലേ താങ്കൾ ചോദിക്കുന്നത്? ശ്രീ പ്രശാന്ത് മലവയൽ, IMCT-യുടെ വിസിറ്റ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ക്ലിയർ ആയില്ല. അങ്ങേക്ക് കേൾക്കാമോ ഞാൻ ചോദിക്കുന്നത്? ഇന്ത്യൻ മിനിസ്റ്ററി കമ്മീഷന്റെ കാര്യമല്ലേ പറയുന്നത്? ഞാനൊന്ന് പറയട്ടെ. അങ്ങ് പറയുന്ന 145 കോടി രൂപ വീതം 2 തവണ അനുവദിച്ചത്, ഒന്ന് ജൂലൈ 31-ന്, ഒന്ന് ഒക്ടോബർ 10-ന്. ഈ 145 കോടി രൂപ ജൂലൈ 31-ന്, ഒക്ടോബർ 10-ന് ശരി, അതവിടെ ഇരിക്കുന്നു. അതിനെക്കുറിച്ചല്ല പറയുന്നത്.
നവംബർ 16-ാം തീയതി, പിന്നെ എന്താണ് പറയുന്നത്? നവംബർ 16-ാം തീയതി നിങ്ങളുടെ അമിത്ഷാ തന്നിരിക്കുന്ന പ്രിയങ്ക ഗാന്ധിക്ക് കൊടുത്ത മറുപടി അങ്ങ് വായിച്ചോ? അതിനകത്ത് അതിനകത്ത് രണ്ടാം പേജിന്റെ അവസാനം, ഫോർമൽ മെമ്മോറാണ്ടം ഓൺ ആഗസ്റ്റ് 19. ഒരു മിനിറ്റ്, അതിനകത്ത് രണ്ടാം പേജിന്റെ അവസാനത്തിൽ നിന്നുള്ള രണ്ടാമത്തെ പാരഗ്രാഫ്, അതിനകത്ത് പറയുന്നുണ്ട് നവംബർ 16-ാം തീയതി എന്റെ കയ്യിലുണ്ട്. നവംബർ 16-ാം തീയതി അനുവദിച്ച 153 കോടി രൂപയുടെ കാര്യം SDRF ഇനി പറയല്ലേ. അപ്പൊ ആ 153 കോടി രൂപ ചെലവഴിക്കാൻ കഴിയാത്തതിന്റെ കാരണം, അതിൽ നമ്മുടെ SDRF-ൽ നിന്നുള്ള 50% ഇതിൽ നിന്ന് തട്ടിക്കിഴിച്ചിട്ട് ബാക്കിയുള്ള പണമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നൊരു ക്ലോസ് ഉണ്ട്. അതുകൊണ്ട് സാങ്കേതികമായി അതിൽ നിന്നാണ് ആ പൈസ എടുത്ത് ചെലവഴിക്കാൻ കഴിയില്ല. എന്തിനാണ് പിന്നെ ഈ പണം അനുവദിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം ഇതേ കത്തിൽ തന്നെ SDRF-ൽ ബാക്കിയുള്ള തുകയുടെ കാര്യം കൃത്യമായി പറയുന്നുണ്ട്. അപ്പൊ ഇത് അറിഞ്ഞു വെച്ചുകൊണ്ട് കുറച്ച് കോടിയുടെ കണക്ക് പറയാം എന്നുള്ളതാണോ? അങ്ങനെയല്ല. അതിൽ ആ ക്ലോസ് വെച്ചതിൻ്റെ താഴെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ആസ് അസിസ്റ്റൻറ്റ് ഫോർ ആക്ച്വൽ എയർ ബിൽസ് ഓഫ് ഇന്ത്യൻ എയർഫോഴ്സ് helicopters for rescue and relief and actual expenditure for clearing the debris. അല്ലേ, ഇതല്ലേ പറയുന്നത്? അതെ അതെ. അതായത് ഈ 153 കോടി രൂപ നവംബർ 13 ഇതിന് പുറമെ അനുവദിച്ചിന്റെ കാര്യമാണ് പറയുന്നത്. അത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കാതെ വളരെ വ്യക്തമായിട്ട് അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഉപയോഗിക്കാൻ വേണ്ടി എന്നാണ് പറയുന്നത്. പക്ഷെ ഉപയോഗിക്കാൻ കഴിയില്ല, കാരണം നമുക്ക് 50% തട്ടിക്കഴിക്കാൻ കഴിയില്ല അതിൽ നിന്ന് എന്നുള്ളതാണ്. അത് വിടൂ, അങ്ങേക്കത് നോക്കൂ. അത് 388 കോടിയായിട്ട് നിങ്ങൾ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവാത്തത്. ഞാനല്ല, അങ്ങാണ് കണക്ട് ചെയ്യുന്നത്. അതവിടെ നിൽക്കട്ടെ. ശരി, തിരികെ സ്വാഗതം ചർച്ചയിലേക്ക്. ശ്രീ രാജു പി നായർ, ഇതിപ്പോ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അവഗണനയുണ്ടാകുന്നു എന്ന് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കാര്യക്ഷമമായ പ്രവർത്തനം ഉണ്ടാകുന്നില്ല എന്ന് കേന്ദ്ര സർക്കാരും പഴിചാരുന്നു. രണ്ടുപേരെയും വിശ്വാസത്തിലെടുക്കുന്നില്ല എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. ഇത് നോക്കുന്നത് ആത്യന്തികമായി ബാധിക്കുന്നത് വയനാട്ടിലെ ദുരന്ത ബാധിതരായ ജനങ്ങളെയാണ്. അവരുടെ പുനരധിവാസം, അവരുടെ ദിനേനയുള്ള ആവശ്യങ്ങൾ, അവരുടെ ക്രൈസിസ്, സ്ട്രഗിൾ, ഇതൊക്കെ ആര് അഡ്രസ് ചെയ്യും? തീർച്ചയായിട്ടും അത് തന്നെ പ്രശ്നം. അതിനുമുമ്പ് ബഹുമാനപ്പെട്ട BJP പ്രതിനിധിയോട് എനിക്ക് പറയാനുള്ളത്, ഇത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലെങ്കിലും കുറെ കൂടി ഗൗരവമായിട്ടുള്ള ചർച്ചയ്ക്ക് വരണം. നോക്കൂ, SDRF-ന്റെ ഫണ്ടിൽ നിന്ന് 10 കോടി എടുത്ത് അങ്ങോട്ട് മാറ്റിവെച്ച് 1 ലക്ഷം രൂപ വെച്ച് കൊടുത്തൂടെ എന്നൊക്കെ പറയും. എത്ര ബാലിശമാണ്! ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ധാരണ പറയൂ? ഈ മഹേഷിന്റെ പ്രതികാരത്തെക്കുറിച്ച് ചോദിക്കുന്ന പോലെ പറയേണ്ടി വരും. ചേട്ടനെ കുറിച്ച് ഒരു ധാരണ ഇല്ലല്ലേ എന്ന് ചോദിക്കുന്ന പോലെ ചോദിക്കേണ്ടി വരും. അങ്ങനെയൊന്നും എടുത്ത് ചെലവാക്കാൻ കഴിയുന്ന പൈസയല്ല ഒരാൾക്കെടുത്ത് 10 ലക്ഷം കൊടുക്കുക എന്നൊക്കെ പറയുന്നത്. അത് കൃത്യമായിട്ട് ഞാൻ ചോദിച്ച ഒരു ചോദ്യത്തിന് BJPയുടെ പ്രതിനിധി മറുപടി പറയുന്നില്ല. പ്രധാനമന്ത്രി ഓഗസ്റ്റ് 10 എത്തിയതിനു ശേഷം എന്തുകൊണ്ട് ഒരു അടിയന്തര ധനസഹായം പ്രഖ്യാപിച്ചില്ല? അതാണല്ലോ പ്രധാനമന്ത്രി വരുന്നതിൻ്റെ നമ്മളെ സംബന്ധിച്ചുള്ള പ്രതീക്ഷ. അതാണല്ലോ, അല്ലാതെ ഇവിടെ വന്ന് ഫോട്ടോ എടുത്ത് പോകുന്നതിനല്ലല്ലോ. ആ വന്ന പൈസ പോലെ ചിലവ് അധികമായി എന്ന് മാത്രമേ ഉള്ളൂ. വന്ന അന്ന് ഒരു 500 കോടിയോ 1000 കോടിയോ അടിയന്തര ധനസഹായം പ്രഖ്യാപിക്കാത്തത് വലിയ നിരാശയാണ് ഉണ്ടാക്കിയത്. അതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒന്നും പറയാനില്ല. രണ്ടാമത്തെ കാര്യം, അല്ല രാജു പി നായർ, ഞാൻ മറുപടി പറയുന്നില്ല മാധു. ഞാൻ ഇനി അത് മറുപടി പറയുന്നില്ല. രണ്ടാമത്തെ കാര്യം, മാധു ചോദിച്ച സർക്കാർ നോക്കൂ, 21/10/2024 മണ്ണടി പുഷ്പാകരൻ ദയവേത് അങ്ങ് അതിന്റെ ഗൈഡ് ലൈൻസ് എടുത്ത് വായിച്ചു നോക്കിയിട്ട് അടുത്ത ദിവസത്തെ ചർച്ചയിൽ വന്നാൽ നമുക്ക് തർക്കിക്കാം. അത് ആ ഗൈഡ് ലൈൻസ് ഒന്നും വായിക്കാതെ വന്ന് ഇത്തരത്തിൽ അതിന് മറുപടി പറയാൻ എനിക്ക് പറ്റില്ല. എനിക്ക് നല്ല നമസ്കാരം നിയന്ത്രിക്കുക. അതല്ലാണ്ട് അവിടെ എടുത്ത് കൊടുത്തൂടെ എന്നുള്ളത് ഞാൻ മറുപടി പറയാൻ നിൽക്കുന്നില്ല. കാരണം അവർക്ക് മനസ്സിലാകുന്ന ഒരു തരത്തിൽ പറഞ്ഞു. അതിന് വേറൊരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നോക്കൂ, ഇപ്പോ ശ്രീ രാജു പി നായർ ഒരു ഘട്ടത്തിലും നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചപ്പോൾ ഇടപെട്ടില്ല. അപ്പൊ അദ്ദേഹത്തിന് ഒരു നീതി കാണിക്കേണ്ടത്, ജനാധിപത്യം കാണിക്കേണ്ടത് നമ്മുടെയൊക്കെ മര്യാദയാണ്. ശ്രീ രാജു പി നായർ തുടരും. മാധു, ഇനി നോക്കൂ, മാധു ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണ്. വയനാട്ടിലെ ജനങ്ങൾ എന്ത് ചെയ്യും? 21/10/2024 സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ മണ്ണടി പുഷ്പാകരൻ എന്ന് പറയുന്ന ആൾക്ക് കൊടുത്തിരിക്കുന്ന വിവരാവകാശ രേഖയാണ്.
വയനാട്ടിലെ ദുരന്തവുമായി ബന്ധപ്പെട്ട് 30/7/2020 മുതൽ 11/10/2024 വരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ 542.89 കോടി രൂപ നീക്കിയിരിപ്പുണ്ടായി. 4/10/2020 മുഴുവനായിട്ട് 1700 കോടി രൂപ ആ CMDRF-ൽ നീക്കിയിരിപ്പുണ്ട്. മാധു, ഞാൻ ചോദിക്കട്ടെ, പ്രധാനമന്ത്രിയുടെ സന്ദർശനം നിരാശാജനകമായിരുന്നു, കേന്ദ്ര സർക്കാരിൻ്റെ സമീപനം നിരാശാജനകമാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഈ സർക്കാരിൻ്റെ മന്ത്രിസഭയ്ക്ക് തീരുമാനമെടുത്ത് യഥേഷ്ടം ചെലവാക്കാൻ കഴിയുമല്ലോ. യഥേഷ്ടം എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ഞാൻ മന്ത്രിസഭ തീരുമാനമെടുത്താൽ ഈ ചട്ടങ്ങൾക്കെല്ലാം അപ്പുറം തുക ചെലവഴിക്കാൻ കഴിയുന്നതാണ്. 1700 കോടി രൂപ കയ്യിലുണ്ട്. 2200 കോടി രൂപയ്ക്കടുത്താണ് സർക്കാർ കൊടുത്തിരിക്കുന്ന എസ്റ്റിമേറ്റ് ഇല്ലേ? ആ 1700 കോടി രൂപ കയ്യിലിട്ട് വെച്ച് പണം കാക്കുന്ന ഭൂതത്തെ പോലെ പിണറായി വിജയൻ അവിടെ ഇരിക്കേണ്ട കാര്യമുണ്ടോ? ഈ സാധാരണ മനുഷ്യർക്ക് സഹായം എത്തിക്കാൻ പണം തടസ്സമല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് 1700 കോടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിൽ നിൽക്കുകയാണ്. ഇനി നോക്കൂ, നാളെ കേന്ദ്ര സർക്കാർ ഇതിനു വേണ്ടി പണം അനുവദിച്ചാൽ എൻ്റെ പരിമിതമായ അറിവിൽ വെച്ച് സബ്ജക്ട് ടു കറക്ഷൻ ആ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ചെലവാക്കിയ പണം റീകൂപ്പ് ചെയ്യാം. ഈ പണം 2200 കോടി കൊടുത്തതിൻ്റെ പാക്കേജിൽ സർക്കാർ പണം അനുവദിക്കട്ടെ. ആ പണം വേണമെങ്കിൽ ഇന്ന് ചെലവാക്കുന്ന പണത്തിലേക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് റീകൂപ്പ് ചെയ്യാം, സബ്ജക്ട് ടു കറക്ഷൻ. അപ്പോഴും ഇനി അത് കിട്ടിയില്ലെങ്കിൽ പോലും സാധാരണ മനുഷ്യർ അവരുടെ ശമ്പളം പോലും എടുത്തുകൊടുത്ത് അവരുടെ സേവിങ്സിൽ നിന്ന് എടുത്തുകൊണ്ട് ആ വയനാട്ടിലെ ജനങ്ങൾക്ക് സഹായം എത്തിക്കാൻ വേണ്ടി സ്വരൂപിച്ചു വെച്ചിരിക്കുന്ന പണം ആർക്കു വേണ്ടിയാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ എന്നിട്ട് ആരോട് ചോദിക്കണം? ചെലവാക്കി തുടങ്ങിയിട്ടുണ്ട്. ഏത് അത് ചെലവാക്കില്ലല്ലോ എന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് ശ്രീ വി കെ സനോജ് പറഞ്ഞത്. മാത്രമല്ല 7 കോടി അല്ലേ, 7 കോടിയോളം 4 മാസം കഴിഞ്ഞു. 7.7 കോടി ചെലവഴിച്ചു. 4 മാസം കഴിഞ്ഞു. 10,000 രൂപ അടിയന്തര സഹായം കിട്ടാത്ത ആൾക്കാരുണ്ട്. പുനരധിവാസ പ്രവർത്തനം നാളെ കൊണ്ട് അവസാനിക്കല്ല. 7 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. പിന്നെ എവിടുന്നാണ് വീടിന്റെ വാടക കൊടുക്കുന്നത്? അവർക്ക് ജീവനോപാധി വീടിന്റെ വാടക കൊടുക്കാൻ 50 ലക്ഷം രൂപ വെച്ച് മാസം വേണം. ആ പണം മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലാണ് കൊടുക്കുന്നത്. ആരൊരു സമ്മാനം പറയും? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് മാസം 6000 വെച്ച് വീടിന് വാടക കൊടുക്കുന്നു. 50 ലക്ഷം രൂപ ഒരു മാസം അങ്ങനെ ചെലവഴിക്കുന്നുണ്ട്. എല്ലാ പണവും എടുത്ത് ഇപ്പൊ തന്നെ ചെലവഴിച്ച് 1700 കോടി രൂപ ദുരിതാശ്വാസ നിധിയിൽ ഇട്ടുകൊണ്ട് പുനരധിവാസ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നാളെ കൊണ്ട് അവസാനിക്കുന്നല്ല രാജു പി നായർ. പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പണം ചെലവഴിച്ചിട്ടുണ്ട്. ചെലവഴിക്കില്ല എന്ന് പറയുന്നില്ല. വീടുകൾ വെച്ച് സർക്കാർ കൊടുക്കാമെന്ന് പറഞ്ഞ് നോട്ടിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ? പരിക്ക് പറ്റിയ ആളുകൾക്കും മരണപ്പെട്ടവർക്കുമുള്ള ധനസഹായം എവിടുന്ന് കൊടുത്തു? ഇതൊന്നും എവിടുന്നാ കൊടുത്തത്? കേന്ദ്ര ഗവൺമെന്റ് കൊടുത്താണോ? അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ പണം 1700 കോടി രൂപ വെച്ചുകൊണ്ടിരിക്കുന്നതിന് കാരണം എന്താണ്? 1700 കോടി എടുത്ത് ഇവർക്കെല്ലാം വിതരണം ചെയ്യണം എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? പുനരധിവാസ പ്രവർത്തനങ്ങൾ ആ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ 2221 കോടി വേണം. 2221 കോടി രൂപ 2221 കോടി രൂപയാണ് എസ്റ്റിമേറ്റ്. ആ എസ്റ്റിമേറ്റ് പ്രകാരം കേന്ദ്രം ഒന്നും കൊടുത്തിട്ടില്ല. കേന്ദ്രം ഒരു മിനിറ്റ് കേന്ദ്രം ഒന്നും കൊടുത്തില്ല. അപ്പോൾ രണ്ട് എസ്റ്റേറ്റുകൾ എടുത്തിട്ട് അത് ടൗൺഷിപ്പ് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള തീരുമാനം ഗവൺമെന്റ് എടുക്കുന്നു. അതിപ്പോ കോടതിയിൽ പോയത് വേറെ കാര്യം. അപ്പൊ അത്തരം കാര്യങ്ങൾ പൂർത്തീകരിക്കണമെങ്കിൽ കേന്ദ്രത്തിന്റെ ഫണ്ടില്ലെങ്കിൽ പിന്നെ ഫണ്ട് എവിടുന്ന് കണ്ടെത്തും? അപ്പൊ അത് നടത്തണ്ടെന്നാണോ നിങ്ങൾ പറയുന്നത്? ടൗൺഷിപ്പ് വേണ്ട എന്നാണോ പറയുന്നത്? യൂസ് ചെയ്യുന്നില്ല. നിങ്ങൾ വീട്ടിലേക്ക് പോയോ? 528 കോടി രൂപ 1700 കോടി എടുത്ത് പിണറായി വിജയൻ വീട്ടിലേക്ക് പോയോ? വന്ന പണമാണ്. 1700 കോടി പോരാ, 2221 കോടി രൂപ പുനരധിവാസ പ്രവർത്തനം നടത്താൻ എസ്റ്റിമേറ്റ്. പിണറായി വീട്ടിൽ പോയില്ല, പക്ഷേ 2221 കോടി രൂപ 2221 കോടി രൂപ വാദം തോൽക്കുമ്പോ അതും ഇതും പറയല്ലേ രാജു പി നായർ? രാജു പി നായർ വാദം തോൽക്കുമ്പോ അതും ഇതും പറയല്ല. അതും ഇതും പറയല്ല. 2221 കോടി രൂപ പുനരധിവാസ പ്രവർത്തനം നടത്താൻ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. 2 എസ്റ്റേറ്റ് എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. 2 ടൗൺഷിപ്പുകൾ എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് പണം തരാത്ത സാഹചര്യത്തിൽ ഈ പണം ഉപയോഗപ്പെടുത്തും. ഈ പണമല്ലാതെ വേറെ ഉപയോഗപ്പെടുത്തുക. ദുരിതാശ്വാസ പ്രവർത്തനത്തിന് പണം ഒരു തടസ്സമല്ല. കേന്ദ്രം തന്നില്ലെങ്കിലും ഞങ്ങൾ ചെയ്യും. 1700 കോടി രൂപ
മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ വെച്ചതിന് ശേഷം പണമില്ലാത്തതിന്റെ പേരിൽ ആ വയനാടുള്ള സാധാരണ മനുഷ്യർക്ക് ജീവനോപാധിക്കുള്ള പൈസയും അടിയന്തര സഹായം കൊടുക്കാത്തതിനെ എങ്ങനെ നീതീകരിക്കാൻ കഴിയും? ശുദ്ധ അസംബന്ധമാണ് നിങ്ങൾ ഈ പറയുന്നത്. അസംബന്ധം പറയല്ലേ രാജീവ് പിതാവ്? രാജീവ് പിതാവ് ഇങ്ങനെ കള്ളം പറയരുത്. നാളെ കോടതി ഇങ്ങനെ കള്ളം പറയരുത്. സമഗ്രമായി പരിശോധിക്കാനും കേന്ദ്ര സർക്കാരുകളോട് സംസ്ഥാന സർക്കാർ റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞിട്ടുമുണ്ട്. CMDRF-ൽ നിന്ന് 7.7 കോടി രൂപ മാസം 50 ലക്ഷം വെച്ചിട്ട് 6,000 രൂപ വെച്ച് കൊടുക്കുന്നു വീടിന്റെ വാടക കൊടുക്കാൻ വേണ്ടിയിട്ട്. 7 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് CPM മുന്നോട്ട് വെക്കുന്ന അവകാശവാദം. വിവരാവകാശത്തിലേക്ക് പണം ചെലവഴിച്ചിട്ടില്ല എന്നാണ് കോൺഗ്രസ് പറയുന്നത്. ശരി, വാടക കൊടുക്കലല്ല പുനരധിവാസം. ശ്രീ വി കെ സനോജ്, ശരി, സമയം പൂർണ്ണമായും പൂർത്തിയാവുകയാണ്. എന്തായാലും നാളെ കോടതി വിശദമായി ഈ കാര്യങ്ങൾ പരിഗണിക്കുകയാണ്. കേന്ദ്രത്തോടും സംസ്ഥാന സർക്കാരിനോടും വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ഈ പറയുന്ന രാഷ്ട്രീയ തർക്കങ്ങൾക്കപ്പുറത്ത് വയനാടിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യങ്ങളെ മാനുഷിക മൂല്യത്തോടെ ഒരു മനുഷ്യത്തോടെ സമീപിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തിന് നന്ദി. പാലസ് കേൾക്കുന്നു.